Hello everyone. Good evening. I hope I am audible to you. കേൾക്കാവോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹലോ, ഗുഡ് ഈവനിങ്. Am I audible to you? എന്നെ കേൾക്കാവോ, കാണാവോ? Am I audible to you? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഹായ്. Yeah. So I hope I am audible to you. ഞാൻ പറയുന്നതൊക്കെ വ്യക്തമായിട്ട് കേൾക്കാം എന്ന് വിശ്വസിക്കുന്നു. എന്നെ കാണാം എന്നും വിശ്വസിക്കുന്നു. Yeah. ഹായ്. ഒന്ന് കമൻറ്റ് ചെയ്യാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? Am I audible to you? Yeah, thank you. Good evening. Good evening, everyone. Okay, so welcome to the 13th module. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണല്ലേ, നമ്മൾ 13th മൊഡ്യൂളിൽ മറ്റൊരു എസ്സേയുമായിട്ട് നമ്മൾ ഇന്ന് ഫെമിലിയർ ആവാൻ പോവാണ്. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 2 ദിവസമായിട്ട് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. നമ്മുടെ 3rd ഡേ ആണ്. സോ ഇതിലേക്ക് വരുന്ന എല്ലാവർക്കും വോം വെൽക്കം ഫ്രം പൾപിറ്റ്. സോ ഇതിൽ VHSCയിലുള്ള കുട്ടികളും ഉണ്ടെന്നറിയാം. സോ എല്ലാവർക്കും ഒരു വോം വെൽക്കം. സോ നമ്മൾ ഇന്ന് ഓക്കെ, സോ ഇപ്പോൾ കേൾക്കാമോ? ഇപ്പോൾ am I audible to you? ഇപ്പോൾ വോയിസ് ഓക്കെ ആണോ? ക്ലിയർ ആണോ? വിസിബിൾ ബട്ട് ഓഡിബിലിറ്റി ലെസ്. ഇപ്പോൾ എങ്ങനെയുണ്ട്? ശബ്ദം ഓക്കെ ആണോ? കുറച്ചുകൂടെ ഭംഗിയായിട്ട് കേൾക്കാവോ? ഓക്കെ ആണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. സൗണ്ട് ഇല്ലേ? തീരെ കേൾക്കാൻ പറ്റുന്നില്ലടാ. ഇപ്പോഴും കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. Voice is maximum. ഓക്കെ, സോ ഇപ്പോഴോ? ഇപ്പോൾ എങ്ങനെയുണ്ട്? ഹൗ ഇസ് ഇറ്റ് നൗ? കേൾക്കാമോ? പ്രോപ്പർ ആണോ? നിങ്ങൾക്ക് കേൾക്കാവോ നന്നായിട്ട്? ഓക്കെ, യാ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ഓഡിബിൾ നൗ. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സോ യാ, സോ നമുക്ക് ഇന്ന് വി ക്യാൻ ലുക്ക് അറ്റ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് റിട്ടൺ ബൈ ക്ലിയാൻഡ് ബ്രൂക്സ്. നമ്മൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ളൊരു എസ്സേ ആണല്ലേ ക്ലിയാൻഡ് ബ്രൂക്സിൻ്റെ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. സോ ബിഫോർ വി ഗോ ടു ദി എസ്സേ, നമ്മൾ എസ്സേയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഫോർമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പ് ഐ വുഡ് ലൈക്ക് ടു ഗിവ് യു എ വെരി ഷോർട്ട് ഇൻട്രൊഡക്ഷൻ അബൌട്ട് ഹൂ ക്ലിയാൻഡ് ബ്രൂക്സ് ഇസ്. ഓക്കെ, സോ ക്ലിയാൻഡ് ബ്രൂക്സിനെ പറ്റി പറയുമ്പോൾ ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഷുഡ് കം ടു യുവർ മൈൻഡ് ഇസ് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, സോ എന്താ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആണ്. ആൻഡ് ഹീ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ദി വേവ് ഓഫ് ന്യൂ ക്രിറ്റിസിസം. ഓക്കെ, എന്താ ഈ ന്യൂ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ ഒരു ടെക്സ്റ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് വി വുഡ് ലുക്ക് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലേ. പോയിട്ട് ഏത് കാലഘട്ടത്തിൽ ബിലോങ് ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ വാട്ട് വാസ് ഹിസ് ഇമോഷൻ. ഇപ്പം ഷേക്സ്പിയർ ഒരു സോനറ്റ് എഴുതി വെക്കുമ്പം ഷെൽ ഐ കമ്പയർ ദീ ടു എ സമ്മേഴ്സ് ഡേ എന്നുള്ള സോനറ്റ് കാണുമ്പം പണ്ടത്തെ ക്രിട്ടിക്സ് ആണെങ്കിൽ ദേ വുഡ് തിങ്ക് അബൌട്ട് ഇത് എഴുതിയപ്പോൾ ഷേക്സ്പിയറിന്റെ ഒരു മാനസികാവസ്ഥ എന്തായിരുന്നു. സോ ഹു ഇസ് ഹി ആക്ച്വലി മിസ്സിങ്? പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ആണോ, ലവർ ആണോ, ഇങ്ങനെയൊക്കെ അനലൈസ് ചെയ്യും. ഓക്കെ, പണ്ടത്തെ ക്രിട്ടിക്സ് ആണെങ്കിൽ. പക്ഷെ അതിനുശേഷം വന്ന സ്കൂൾ ഓഫ് ക്രിറ്റിസിസം ആണ് ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ന്യൂ ക്രിറ്റിസിസം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു കവിത കിട്ടുവാണെങ്കിൽ യു നീഡ് നോട്ട് ലുക്ക് അറ്റ് ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. നിങ്ങൾ റൈറ്ററിന്റെ മൂഡോ, പുള്ളിക്കാരന് ഡിപ്രഷൻ ഉണ്ടായിരുന്നോ, വാസ് ഹി ഇൻ എ ഹാപ്പി സ്റ്റേറ്റ്, അതൊന്നും അന്വേഷിക്കേണ്ട. എലിസബത്തൻ ഏജ് ആണോ, നിയോ ക്ലാസിസം ആണോ എന്ന് നോക്കണ്ട. ജസ്റ്റ് ലുക്ക് അറ്റ് ദി ടെക്സ്റ്റ്, ഗോ ത്രൂ ദ പോയം. നിങ്ങളുടെ എല്ലാ ക്വസ്റ്റ്യൻസിനുമുള്ള ആൻസർ ആ പോയത്തിനകത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരാണ് ന്യൂ ക്രിട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്ന എസ്സേ എഴുതിയ ക്ലിയാൻഡ് ബ്രൂക്സും ഈ പറയുന്ന പോലെ ഒരു ന്യൂ ക്രിട്ടിക് ആണ്. ഓക്കെ, ആൻഡ് ഹി ബിലീവ്സ് ദാറ്റ് വെൻ യു വോണ്ട് ടു നോ ദ വാല്യൂ ഓഫ് എ പോയം,
ക്ലോസ് റീഡ് ദ പോയം. ഓക്കെ, സി നമ്മൾ ന്യൂ ക്രിറ്റിസിസം എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ മനസ്സിൽ വരുന്ന മറ്റൊരു ടേം അല്ലേ ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളത് കേൾക്കുമ്പോൾ എന്താ ഓർക്കേണ്ടേ? വലിയൊരു ഭൂതക്കണ്ണാടി വെച്ചിട്ട് ഒരു ക്രിട്ടിക് ഈ ടെക്സ്റ്റിനകത്തേക്ക് നോക്കുന്നതാ ഓർക്കേണ്ടത് അല്ലേ. അപ്പം അത്രയും കീനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കവിതയെക്കുറിച്ചുള്ള എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ ആ പോയത്തിനകത്ത് തന്നെ ഉണ്ട്. യു നീഡ് നോട്ട് ലുക്ക് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓഫ് ദ പോയിറ്റ് അല്ലേ. സോ ഇങ്ങനെ വിശ്വസിച്ച ഒരു ന്യൂ ക്രിട്ടിക് ആണ് ക്ലിയാൻ ബ്രൂക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ ഏറ്റവും സെമിനൽ ആയിട്ടുള്ള വർക്ക്സിൽ ഒരെണ്ണമാണ് നമ്മൾ ഈ പറയുന്ന ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഈ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് കൊണ്ട് ക്ലിയാൻ ബ്രൂക്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് പ്രൊഫൈൽ മനസ്സിലായോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വിച്ച് മൂവ്മെന്റ് ഹി ഈസ് അസോസിയേറ്റഡ് വിത്ത്? ന്യൂ ക്രിറ്റിസിസം എന്താണെന്നൊരു കുഞ്ഞ് ഐഡിയ കിട്ടിയോ? ജസ്റ്റ് എ ഫൈൻ ലൈൻ, ബിക്കോസ് നമുക്കറിയാം ന്യൂ ക്രിറ്റിസിസം എന്താണ്, എന്നാലും ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ am I audible to you now? Did you get a fair understanding of new criticism? ന്യൂ ക്രിറ്റിസിസം എന്താണെന്ന് മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ഒന്ന് പറയണേ, അതർവൈസ് ഐ വോണ്ട് ബി ഏബിൾ ടു നോ. ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ ആണോടാ? മനസ്സിലായോ? യാ, ഓക്കെ, ഫൈൻ. ഓക്കെ, സോ നമുക്കിനി എന്താണ് ഈ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്ന എസ്സേയിൽ ക്ലിയാൻ ബ്രൂക്സ് പറയാൻ ശ്രമിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, സോ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് ഇസ് ആൻ എസ്സേ ദാറ്റ് അപ്പിയർഡ് ഇൻ ഹിസ് കളക്ഷൻ ദ വെൽ റോട്ട് ഏൺ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. 1947 പബ്ലിഷ് ആയ ദ വെൽ റോട്ട് ഏൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എസ്സേസിലെ ഒരു ചാപ്റ്റർ ആണ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാം. സി നമ്മൾ MAക്കൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ നമ്മളിങ്ങനെ കാണാതെ പഠിക്കുന്ന ഒരു വരിയാണ് അല്ലേ, ദ ലാംഗ്വേജ് ഓഫ് പോയിട്രി ഈസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. പഠിച്ചിട്ടില്ലേ അത്? ഡു യു റിമെമ്പർ ദാറ്റ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ MA ക്ലാസ്സിലൊക്കെ പഠിച്ചത്? സ്പെഷ്യലി കാനനൈസേഷൻ പോയം പഠിക്കുന്ന സമയത്ത് അതിനൊരു ക്രിട്ടിക്കൽ റിമാർക്കായിട്ട് നമ്മൾ കൂടെ ഈ ഒരു ടെക്സ്റ്റും വെക്കാറുണ്ട്, ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്നുള്ളത് അല്ലേ. സോ അതിൽ നമ്മൾ കാണാപാഠം പഠിച്ചു വെക്കുന്ന ഒരു ലൈനാണ് ദ ലാംഗ്വേജ് ഓഫ് പോയിട്രി ഈസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താ ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഈസ് പാരഡോക്സ്? സോ ക്ലിയാൻ ബ്രൂക്സ് പറഞ്ഞ് പോയട്രിയുടെ ഭാഷ ഏറ്റവും ഇന്നെവിറ്റബിൾ ആയിട്ട് പാരഡോക്സിന്റെ ഭാഷയാണ്. ഓക്കെ, അപ്പൊ എന്താ ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെന്റ് ബൈ പാരഡോക്സ്? എന്താ ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് പാരഡോക്സ്? പറഞ്ഞേ കേക്കട്ടെ. എന്താണ് ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓക്സിമറിൻ, പാരഡോക്സ് ഈ പറയുന്ന ടേംസ് ഒക്കെ ഇങ്ങനെ മാറ്റി മാറ്റി ഉപയോഗിക്കാറുണ്ട്. സോ അതിൽ എന്താ ഈ പാരഡോക്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് പാരഡോക്സ് ആക്ച്വലി? ഒന്ന് കമന്റ് ചെയ്തേ, ലെറ്റ് മീ നോ. എന്താണ് പാരഡോക്സ് എന്നൊന്ന് പറഞ്ഞേ. യാ, കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ്. വെരി ഗുഡ് അല്ലേ. അതായത് നമുക്ക് ആദ്യം ഈ സെന്റൻസ് വായിക്കുമ്പം ഷടാ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് അല്ലേ, ഹൗ ഇസ് ഇറ്റ് പോസിബിൾ എന്ന് നമുക്ക് തോന്നും അല്ലേ. സോ കുറച്ചു നേരം ഒന്ന് ഇരുന്ന് വായിക്കുമ്പോഴാണ് ഓ ഇതിനകത്ത് കുറച്ച് കാര്യമുണ്ട്, ദിസ് ഈസ് സംതിങ് വെരി ഫിലോസോഫിക്കൽ, ഇതൊരു വളരെ ഡീപ്പായിട്ടുള്ളൊരു സത്യം നമുക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നേ അല്ലേ. സോ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഐഡിയാസ്, കംപ്ലീറ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസിനെ ഒരുമിച്ചൊരു സെന്റൻസിനകത്ത് പ്രസന്റ് ചെയ്തിരിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ഇസ് പാരഡോക്സ് അല്ലേ. ഓക്സിമറിൻ എന്ന് പറയുമ്പോൾ അത് രണ്ട് ഫ്രേസസ് ആണ്. ഇപ്പൊ നമ്മള് കാതടുപ്പിക്കുന്ന നിശബ്ദത, ഡെഫനിങ് സൈലൻസ് എന്നൊക്കെ പറയുമ്പോൾ അത് ഓക്സിമറിൻ ആണ് അല്ലെ. അതേസമയം ഒരു സെന്റൻസിനകത്ത് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ആസ് എ പാരഡോക്സ്. ഓക്കെ, അപ്പൊ ക്ലിയാൻ ബ്രൂക്സ് പറയുന്നു if any poem, you can take any poem, okay, ആ പോയത്തിനകത്ത് ഒരൊറ്റ ഭാഷ മാത്രമേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ഓക്കെ, സോ കവിതയ്ക്കകത്ത് പാരഡോക്സ് വന്നാൽ മാത്രമേ നമുക്ക് അതിനൊരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് റൈറ്റിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഇവിടെ ക്ലിയാൻ ബ്രൂക്ക് അപ്പൊ എന്താ പറയാൻ ശ്രമിക്കണേ, എങ്ങനെയാണ് പോയിട്രിക്കകത്ത് പാരഡോക്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് വൈ ദി ലാംഗ്വേജ് ഓഫ് പോയിട്രി ഈസ് കോൾഡ് എസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് എന്തുകൊണ്ടാണ് വിളിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ,
സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ മേജർ പോയിന്റ് ഓഫ് ദി എസ്സേ? ബാക്കിയുള്ളത് 3 ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മേജർ പോയിന്റ് എന്താണെന്ന് മനസ്സിലായോ? സി, കഥയ്ക്കകത്തുള്ള കാര്യമല്ല. കഥയിൽ ഇപ്പം നമുക്ക് കുറച്ച് ഈവൻസ് മതി, ഡ്രാമയ്ക്കകത്തും കുറച്ച് ഈവൻസ് മതി. പക്ഷെ അദ്ദേഹം പറയുന്നത് ഒരു കവിത എഴുതുന്ന സമയത്ത് യു കെൻ നോട്ട് കീപ് പാരഡോക്സ് അറ്റ് ബേ. ഓക്കെ, അതിനകത്ത് പാരഡോക്സ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവൻച്വലി ഒരു ട്രൂത്ത് പോർട്രേ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദ ഫസ്റ്റ് തിങ്? The language of poetry is the language of paradox. Clear ആണോ? I hope that is clear. This is something that you know. Okay. So നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദിസ് ഇസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ 3 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഓൾ ദി മേജർ പോയിന്റ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ എസ്സേ. ഓക്കെ, സോ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, how does Cleanbrook uses Wordsworth's It's a Beauteous Evening and composed upon Westminster Bridge to illustrate the paradoxical nature of poetic language? Okay, ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്താ ചോദ്യം? നോക്കിയേ, ക്ലിയാൻബ്രൂക്ക് ഈ പറയുന്ന ലാംഗ്വേജ് ഓഫ് പാരഡോക്സിനകത്ത് വേർഡ്സ്വർത്തിന്റെ 2 പോയംസ് എടുത്ത് പാരഡോക്സിന് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇത് എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു എന്നൊരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, ആൻഡ് ആ ക്വസ്റ്റ്യൻ അകത്ത് സ്പെസിഫിക്കലി വേർഡ്സ്വർത്തിന്റെ ഏതൊക്കെ പോയംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ആൻസർ എന്താണെന്ന് നോക്കാം, കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, എടാ നോക്കിയേ, സി ലെറ്റ് മീ ആസ്ക് യു സംതിങ്. നമ്മൾ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്റെ കാനൺ എടുക്കുമ്പോഴേ വേർഡ്സ്വർത്തിനെ നിങ്ങൾ എന്ത് അഡ്ജക്റ്റീവ് കൊണ്ടാ പറയാ? വാട്ട് ഈസ് ഹി നോൺ ഫോർ? വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന പോയിറ്റ് വാട്ട് ഈസ് ഹി നോൺ ഫോർ? നിങ്ങൾ വേർഡ്സ്വർത്ത് നിങ്ങളുടെ മനസ്സിൽ കേൾക്കുമ്പം, ആ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന അഡ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? What are the adjectives? What are the describing terms that come to your mind when you hear the word Wordsworth? Wordsworth എന്നുള്ള പേര് കേൾക്കുമ്പോൾ എന്തൊക്കെയാ ഓർമ്മ വരാ? ഒന്ന് കമന്റ് ചെയ്തേ, കേൾക്കട്ടെ. Let me listen to that. Wordsworth എന്ന് കേൾക്കുമ്പോൾ എന്തൊക്കെയാ ഓർമ്മ വരാ? പറഞ്ഞേ. റൊമാൻറ്റിക് പോയിറ്റ്, യാ ഓഫ് കോഴ്സ് അല്ലേ. റൊമാൻറ്റിസിസം ആണ് നമുക്ക് വേർഡ്സ്വർത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം. നേച്ചർ പോയിറ്റ്, പ്രീസ്റ്റ് ഓഫ് നേച്ചർ, റൊമാൻറ്റിക് പോയിറ്റ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബൈബിൾ ഓഫ് റൊമാൻറ്റിസിസം എഴുതിയ ആള്, അങ്ങനെ നമ്മൾ പലതും ഓർക്കാറുണ്ട്. ഓക്കെ, ആൻഡ് അക്കോർഡിംഗ് ടു വേർഡ്സ്വർത്ത് പോയം എങ്ങനെയായിരിക്കണം? ഷുഡ് ഇറ്റ് ബി എ വെരി കോംപ്ലെക്സ് തിങ്, അതോ കുറച്ച് സിമ്പിൾ ആയിട്ട് മതിയോ? എന്താണ് വേർഡ്സ്വർത്തിനെ സംബന്ധിച്ചിടത്തോളം പോയത്തിന്റെ നേച്ചർ എന്ന് പറയുന്നത്? എക്സാക്ട്ലി, ഇവിടെ ആര്യ പറയുന്നുണ്ട് അല്ലേ. സി, ഇറ്റ് ഷുഡ് ബി ദ ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ. ഓക്കെ, ലാംഗ്വേജ് ഓഫ് കോമൺ പീപ്പിൾ എന്നുള്ളതിനപ്പുറം സാധാരണക്കാരുടെ ലൈഫ്സ് കാണിക്കാൻ പറ്റുന്ന ഒരു പോയം എഴുതുക എന്നുള്ളതാണ് ആരുടെ ആഗ്രഹം എന്ന് പറയുന്നത്? വേർഡ്സ്വർത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ വേർഡ്സ്വർത്തിന്റെ ആ ഒരു എയിമിനെ ക്ലിയാൻബ്രൂക്സ് ഇങ്ങനെ പൊളിച്ചു വെക്കുക. എങ്ങനെയാണെന്നറിയാമോ അത്? നോക്കിയേ, ആൻസർ നോക്കിയേ. Cleanbrook examines Wordsworth's It's a Beauteous Evening and composed upon Westminster Bridge to demonstrate that paradox is not confined to metaphysical poetry but is a trans-historical principle of poetic expression. ഇപ്പം ശരിയാക്കി തരാം, അത് ഭയങ്കര വലിയ സംഗതിയൊന്നുമല്ല പറഞ്ഞത്. നോക്കിയടാ, നമ്മൾ ഈ പാരഡോക്സ് എന്ന് കേൾക്കുമ്പം നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്ന മറ്റൊരാശാൻ ജോൺ ഡാൻ ആണ് അല്ലേ. വേർഡ്സ്വർത്തിന്റെ അടുത്തും നമ്മൾ പാരഡോക്സ് ഒന്നും പ്രതീക്ഷിക്കില്ല. ഓക്കെ, അപ്പൊ ക്ലിയാൻബ്രൂക്സിന്റെ പോയിന്റ് ഇതാണ്. നോ മാറ്റർ വിച്ച് ജനറേഷൻ ദ പോയറ്റ് ബിലോങ്സ് ടു, റൊമാൻറ്റിക് പോയറ്റ് ആയിക്കോട്ടെ, നിയോ ക്ലാസിക്കൽ പോയറ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ പാരഡോക്സ് എന്ന് പറയുന്ന ഫാക്ടർ എല്ലാ പോയറ്റ്സിന്റെ പോയറ്റിനകത്തും കാണും. ഓക്കെ, വേർഡ്സ്വർത്ത് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ടു റൈറ്റ് ദിസ് പോയം ഇൻ എ വെരി സിമ്പിൾ ഫോർമാറ്റ്, ഐ ഷുഡ് ഫോക്കസ് ഓൺ ദി ഓർഡിനറി ലൈഫ്, ഇതിനകത്ത് പാരഡോക്സ് ഒന്നും വേണ്ട. ഓക്കെ, ലെറ്റ് മീ കീപ് ഇറ്റ് വെരി സിമ്പിൾ. ഹി ഈസ് വെരി സസ്പീഷ്യസ് ഓഫ് പാരഡോക്സ്. ഓക്കെ, വേർഡ്സ്വർത്ത് അറിഞ്ഞുകൊണ്ട് പാരഡോക്സ് യൂസ് ചെയ്യുന്ന മനുഷ്യനല്ല. ഓക്കെ, കാരണം പാരഡോക്സ് വന്ന എന്ത് പറ്റി? കോമൺ മാന്റെ ലാംഗ്വേജ് അല്ലാണ്ടായി പോവില്ലേ? ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള കോൾറിഡ്ജിന്റെ കുബ്ല ഖാനൊക്കെ പോലുള്ള പോയിംസ് ആയിട്ട് മാറിപ്പോവും. ഓക്കെ, സോ വേർഡ്സ്വർത്ത് ഇസ് നോട്ട് സംവൺ who would write paradox deliberately. Okay, വേർഡ്സ്വർത്ത് അറിഞ്ഞുകൊണ്ട് പാരഡോക്സ് പോയത്തിൽ വരുത്തി വെക്കില്ല. ഓക്കെ, പക്ഷേ ക്ലിയാൻബ്രൂക്സ് പറയുന്നു
അങ്ങനെ പറയുന്ന വേർഡ്സ്വർത്തിന്റെ പോയത്തിൽ പോലും യു ക്യാൻ ഫൈൻഡ് പാരഡോക്സ്. അതെങ്ങനെയാ സംഭവിച്ചിരിക്കുന്നത്? ആം ഐ ക്ലിയർ ടു യു? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് മീ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ആർ യു ഗെറ്റിംഗ് മീ? സി, വേർഡ്സ്വർത്ത് ഈസ് വെരി സസ്പീഷ്യസ് ഓഫ് പാരഡോക്സ്. ഓക്കെ, അദ്ദേഹം ഒരിക്കലും പാരഡോക്സിനെ അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ പോയത്തിൽ കൊണ്ടുവരില്ല. എന്താ കാരണം? ഹീ ഈസ് എ പ്രീച്ചർ ഓഫ് ഓർഡിനറി ലൈഫ്, അല്ലെ? ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോയത്തിൽ പ്രസന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് വേർഡ്സ്വർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് പാരഡോക്സ് വന്നു കഴിഞ്ഞാൽ പോയം ഭയങ്കര കോംപ്ലെക്സ് ആയിട്ട് മാറും. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ഐഡിയ? ക്ലിയർ ആണല്ലോ? ഇനി ഞാനൊരു പോയത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, ആൻഡ് ദ ഫസ്റ്റ് പോയം ഇസ് ഇറ്റ്സ് എ ബ്യൂട്ടിയസ് ഈവനിങ്. ഇതാണ് അതിൽ പറയുന്ന ആദ്യത്തെ പോയം. ഓക്കെ, സോ ഈ പോയത്തിന്റെ കോണ്ടെക്സ്റ്റ് ഇങ്ങനെയാണ്. You have Wordsworth walking in hand with a very little girl. Okay, വേർഡ്സ്വർത്തും ഒരു കുഞ്ഞു പെൺകുട്ടിയും കൂടി they are walking together. സന്ധ്യാ സമയമാണ്. Okay, and when you look at the evening is filled with so much of devotion. Okay, and ഈ ഈവനിങ് കാണുമ്പോൾ വേർഡ്സ്വർത്ത് ഇങ്ങനെ വളരെ ഫിലോസോഫിക്കൽ ആയിട്ട് ആലോചിക്കുകയാണ് സൺഡേ കാണുമ്പോൾ. ഓക്കെ, സോ വാട്ട് എ വണ്ടർ ഗോഡ് ഇസ് ക്രിയേറ്റിംഗ്. സൺ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് കടലിന്റെ ശബ്ദം കേൾക്കാം, ഈവനിങ് ഇങ്ങനെ പോവാൻ വേണ്ടി ഒരു കന്യാസ്ത്രീയുടെ ഒക്കെ ഒരു ഡിവോഷനോട് കൂടി ഈവനിങ് ഇങ്ങനെ പതിയെ സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് വേർഡ്സ്വർത്ത് ഇസ് കോൺഷ്യസ്ലി തിങ്കിങ് ഓഫ് ഗോഡ് ആൻഡ് നേച്ചർ. ഓക്കെ, വേർഡ്സ്വർത്ത് മനഃപൂർവ്വം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ഡിവോഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഹീസ് തിങ്കിങ് അബൌട്ട് ഗാഡ്, ഹീസ് തിങ്കിങ് അബൌട്ട് നേച്ചർ. എത്ര വലിയൊരു യൂണിവേഴ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. വി ഷുഡ് ബി ബ്ലെസ്ഡ് ടു ലിവ് ഇൻ ദിസ് നേച്ചർ. ദൈവം ഒരു മഹാനാണ്. സോ ഇങ്ങനെ വേർഡ്സ്വർത്ത് മനഃപൂർവ്വം ഇങ്ങനെയുള്ള തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് അറ്റ് ദിസ് ടൈം പുള്ളിക്കാരന്റെ കൈ പിടിച്ചൊരു പെൺകുട്ടിയുണ്ട്, എ വെരി ലിറ്റിൽ ഗേൾ ഹു മസ്റ്റ് ബി ഹിസ് ഡോട്ടർ. അങ്ങനെ ആയിരിക്കാം വിശ്വസിക്കേണ്ടത്. സോ പുള്ളിക്കാരെ നോക്കുമ്പം ഷീ പേസ് ക്യാൻ ഹീഡ് ടു ദിസ്. സൺ അസ്തമിക്കുകയോ വേവ്സ് റോറിയോ എന്തോ ചെയ്തോട്ടെ, ഐ എം ജസ്റ്റ് വാക്കിംഗ് ബൈ. ഓക്കെ, പക്ഷേ നമ്മുടെ ക്ലിയാൻ ബ്രൂക്സ്, വേർഡ്സ്വർത്ത് തന്നെ ആ കവിതയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഷീ ഈസ് വാക്കിംഗ് കെയർലെസ് ഓഫ് ഓൾ ദീസ് തിങ്സ്. അവള് ഡിവോട്ടഡ് അല്ല, ദൈവത്തിനെ കുറിച്ച് ആലോചിക്കുന്നില്ല, നേച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. പക്ഷേ ഇൻ കമ്പാരിസൺ വേർഡ്സ്വർത്തിനെക്കാളും നേച്ചറിനോടും ഗോഡിനോടും അടുപ്പമുള്ളത് ആ കുട്ടിക്കാണ്. ഓക്കെ, ബിക്കോസ് ഷീ ഈസ് നോട്ട് ഫോഴ്സിങ് ഇറ്റ്. ഓക്കെ, വേർഡ്സ്വർത്ത് ഡെലിബറേറ്റ്ലി ആ തോട്ട്സിനെ വിളിച്ചു വരുത്തുക. പക്ഷെ ആ പെൺകുട്ടിയോ, ഷീ ഈസ് ഇൻ കണ്ടിന്യൂസ് കണക്ഷൻ വിത്ത് നേച്ചർ. അവൾ ആ മൺതരിയിൽ തൊടുന്നത് ആസ്വദിക്കുന്നുണ്ട്, കാറ്റ് ആസ്വദിക്കുന്നുണ്ട്. ഷീ ഈസ് ഹാവിങ് എ ഗ്രേറ്റ് കോൺവെർസേഷൻ വിത്ത് നേച്ചർ ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഫോഴ്സ്ഡ്. ഓക്കെ, സി, ക്ലിയാൻ ബ്രൂക്സ് പറയുന്നു വേർഡ്സ്വർത്ത് സിമ്പിൾ ആയിട്ടൊരു പോയം എഴുതി വെച്ചു, പക്ഷെ അതിനകത്തുള്ള പാരഡോക്സ് നോക്കിക്കേ, അത് അദ്ദേഹം മനഃപൂർവ്വം ചെയ്തതല്ല. Okay, so this grand old man, he's deliberately showing off his religious side. Sunday, let me pray to God, let me be happy about the wonders of nature. അദ്ദേഹം മനഃപൂർവ്വം അത് ചെയ്യാണ്. Okay, and look at that little girl. She is the one who is close to nature. അറിയാതെ പ്രകൃതിയോടും ദൈവത്തിനോടും അടുത്ത് നിൽക്കുന്നത് ആ പെൺകുട്ടിയാണ്. ഓക്കെ, ബട്ട് ഷീ ഈസ് നോട്ട് ഡൂയിങ് ഇറ്റ് ഡെലിബറേറ്റ്ലി. വളരെ അൺകോൺഷ്യസ് ആയിട്ടാണ് അവൾ ആ കാര്യം ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് ക്ലിയാൻ ബ്രൂക്സ് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള പോയം എഴുതണം എന്ന് കരുതുന്ന വേർഡ്സ്വർത്തിന് പോലും അദ്ദേഹത്തിന്റെ സോൾ ഓഫ് പോയട്രി എന്ന് പറയുന്നത് പാരഡോക്സ് ആണ്. ഓക്കെ, സോ വെനെവർ യു റൈറ്റ് എ പോയം, അറിഞ്ഞോ അറിയാതെയോ അതിനകത്ത് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് വരുന്നുണ്ട്. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ഐഡിയ ഓഫ് ദി പോയം? ആ പോയത്തിന്റെ ഐഡിയ മനസ്സിലായോ? ഇൻ എ ബ്യൂട്ടിയസ് ഈവനിങ് കാം ആൻഡ് ഫ്രീ, അതിന്റെ ഐഡിയ മനസ്സിലായോ? ഡിഡ് യു ഗെറ്റ് ദാറ്റ്? ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഐ കൻ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. പിടികിട്ടിയോ? മനസ്സിലായോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഐഡിയ പിടികിട്ടിയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ പാരഡോക്സ് ഇസ് വർക്കിംഗ്? Wordsworth is showing off his religious side. Okay, on the other hand, the child who is very innocent, പുള്ളിക്കാരിയാണ് കണ്ടിന്യൂസ് ആയിട്ട് നേച്ചറുമായിട്ട് കണക്ഷൻ ഉള്ളത്. ദാറ്റ്സ് ദ പാരഡോക്സ് ഇൻ ദാറ്റ് പോയം. ഓക്കെ, ഇനി ഒരു പോയത്തിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്.
ഓക്കെ, അത് എഴുതാൻ നോക്കാം നമുക്ക്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് അപ്പോൺ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വേർഡ്സ്വർത്ത് ഇങ്ങനെ റിവർ തെംസിന്റെ മുകളിലൂടെ പതിയെ നടന്നു പോവാണ്. ഓക്കെ, ആൻഡ് ദെൻ he was taken by the beauty of the city called as London. ഒരു കാര്യം കൂടെ ആലോചിക്കണം, വേർഡ്സ്വർത്ത് ഒരു റൊമാൻറ്റിക് പോയറ്റ് ആണ്. മാത്രല്ല ഹി വാസ് സംവൺ ഹു വാസ് എഗൻസ്റ്റ് ദി ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ലണ്ടൻ. ഓക്കെ, ലണ്ടന്റെ ഈ ഒരു സൗന്ദര്യമുള്ള കൺട്രി സൈഡൊക്കെ പോയിട്ട് എവ്രിവെയർ ദ ഫാക്ടറീസ് ആർ ഗിവിംഗ് ഔട്ട് സ്മോക്ക്, ഇൻഡസ്ട്രീസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. ലണ്ടൻ ഇസ് ബിക്കമിങ് an automated മെഷീൻ. ലണ്ടൻ ഒരു ഡാർക്ക് ആൻഡ് ഗ്രേ പ്ലേസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തോന്നും സി അപ്പോൺ ഈ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് പബ്ലിഷ് ആയ സമയത്തില്ലേ ആർക്കും ഈ പോയം ഇഷ്ടമല്ലായിരുന്നു. എന്താ, വേർഡ്സ്വർത്തിന്റെ യൂഷ്വൽ പോയം പോലെ തന്നെ, ഓ നേച്ചർ വേഴ്സസ് സിവിലൈസേഷൻ, ഈ പറഞ്ഞ പോലെ ഫാക്ടറി വേഴ്സസ് നേച്ചർ, പുതുമയുള്ള ഒന്നുമില്ല, പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. ഓക്കെ, വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഐഡിയാസ്, ക്ലീഷേഡ് ആയിട്ടുള്ള കമ്പാരിസൺസ്, അതിനകത്തൊരു ഫിലോസോഫിക്കൽ ആയിട്ടുള്ള ഐഡിയ ഒന്നും അപ്പോൺ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജിനകത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ആ പോയം അത്രത്തോളം ഇഷ്ടപ്പെട്ടുമില്ല, അതിന് വലിയൊരു റിസപ്ഷനും കിട്ടിയില്ല. ഓക്കെ, അപ്പോഴാണ് ക്ലിയാൻ ബ്രൂക്സ് ഈ അപ്പോൺ വെസ്റ്റ്മിനിസ്റ്റർ ബ്രിഡ്ജ് എന്ന് പറയുന്ന പോയം എടുത്തു വെച്ചിട്ട് അതിനകത്തൊരു പാരഡോക്സ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആ പാരഡോക്സ് എന്ന് അറിയാമോ? സി വെനെവർ ലണ്ടൻ, വേർഡ്സ്വർത്ത് എപ്പോഴൊക്കെ ലണ്ടനെ മെൻഷൻ ചെയ്യുന്നോ അപ്പോഴെല്ലാം ഹി അസോസിയേറ്റ്സ് ദാറ്റ് വിത്ത് നോയ്സ്, ആക്ടിവിറ്റി, ആർട്ടിഫിഷ്യാലിറ്റി എക്സെട്ര. എപ്പോഴും ഈ കാര്യങ്ങൾ വെച്ച് അസോസിയേറ്റ് ചെയ്യാം. ഓക്കെ, പക്ഷെ പതിയെ പതിയെ ആ പോയം വായിച്ചു വരുമ്പോൾ ഹി ഗിവ്സ് us a glance of another version of ലണ്ടൻ. എന്താണെന്നറിയോ, ഫാക്ടറീസ് ഉണ്ട്, ഇപ്പോഴും ലണ്ടൻ ഒരു ഓട്ടോമേറ്റഡ് മെഷീനാണ്, ചുറ്റും നമുക്ക് കുറെ പുകയും കറുത്ത പടലങ്ങളും ഒക്കെ കാണാവും. വെരി യൂഷ്വൽ ഓഫ് വേർഡ്സ്വർത്ത്. ഓക്കെ, കുറച്ചിങ്ങനെ വായിച്ചു വരുമ്പോൾ ഹി ടോക്സ് അബൌട്ട് ദി ബ്യൂട്ടി ഓഫ് ലണ്ടൻ ഇൻ ഡോൺ. രാവിലെ ഇല്ലേ, നല്ല രാവിലെയുള്ള സമയം, അതായത് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നതിന് മുമ്പുള്ള ലണ്ടനെ കുറിച്ചുള്ള, ലണ്ടൻ സിറ്റിയുടെ ഭംഗിയെക്കുറിച്ച് വേർഡ്സ്വർത്ത് ആ പോയത്തിനകത്ത് അറിയാതെ പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹി സേസ് ദാറ്റ് look at this beautiful city, it's like a diamond. ഓക്കെ, ഈ രാവിലെ സൂര്യൻ ഇങ്ങനെ നന്നായിട്ട് വരുന്നതിന് മുമ്പ് ലണ്ടൻ ഒരു ഭംഗിയുള്ള ഡ്രസ്സ് പോലെ ഈ മോർണിംഗിനെ എടുത്ത് വെയർ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ദ സിറ്റി നൗ ഡെറ്റ് ലൈക്ക് എ ഗാർമെന്റ് വെയർ ദ ബ്യൂട്ടി ഓഫ് ദ മോർണിംഗ്. മോർണിംഗിനെ, പകലിനെ ഒരു വസ്ത്രം പോലെ ലണ്ടൻ ഇങ്ങനെ എടുത്തണിഞ്ഞിരിക്കുകയാണ്. ആൻഡ് വേർഡ്സ്വർത്ത് couldn't stop admiring. ഇത് ഞാൻ എഴുതുന്ന ലണ്ടൻ തന്നെയാണോ? ലുക്ക്, ഷീ ഈസ് ഷൈനിങ് ലൈക്ക് എ ഡയമണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ. ഓക്കെ, സോ വേർഡ്സ്വർത്ത് ഇത് പറഞ്ഞിട്ട് പറയുന്നൊരു കാര്യം കൂടിയുണ്ട്. സത്യം പറഞ്ഞാൽ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും കാണാത്ത ആൾക്കാർക്ക് മാത്രമേ ലണ്ടന്റെ ഈ ഭംഗി അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റാതെ പോളൂ. ഓക്കെ, സോ വെൻ യു ലുക്ക് അറ്റ് ലണ്ടൻ, ഈ പറയുന്ന ബഹളങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു വാച്ച്. പകലിനെ ഒരു വസ്ത്രമായിട്ട് എടുത്തണിഞ്ഞ് ഷീ ഈസ് അപ്പിയറിംഗ് ലൈക്ക് എ ഡയമണ്ട് ഇൻ ദ പ്യുവർ സ്കൈ. അപ്പോഴാണ് ക്ലിയാൻ ബ്രൂക്ക് ഒരു കാര്യം പറയുന്നത്. വേർഡ്സ്വർത്ത് അറിഞ്ഞോ അറിയാതെയോ ഒരു കാര്യം സമ്മതിക്കുന്നുണ്ട്. എന്താണെന്നറിയോ, ലണ്ടൻ ഒരു മാൻമെയ്ഡ് സിറ്റി ആണെങ്കിലും ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി നാച്ചുറൽ വേൾഡ്. ഓക്കെ, സൂര്യന്റെ വെളിച്ചം ഒരു മൗണ്ടെയിനിൽ വീഴുമ്പം എത്രത്തോളം ഭംഗി ഉണ്ടാവോ അത്രയും തന്നെ ഭംഗിയുണ്ട് സൂര്യന്റെ വെളിച്ചം ലണ്ടൻ സിറ്റിയുടെ മേലെ വീഴുമ്പോഴും. ഓക്കെ, അപ്പൊ ക്ലിയാൻ ബ്രൂക്ക് പറയാണ്, വേർഡ്സ്വർത്ത് അറിഞ്ഞോ അറിയാതെയോ അതിനകത്തൊരു പാരഡോക്സ് കൊണ്ടിടുകയാണ്. ഓക്കെ, മാൻമെയ്ഡ് ആണ് ലണ്ടൻ എന്ന് പറയുന്ന സിറ്റി, പക്ഷേ ആ മാൻമെയ്ഡ് സിറ്റി ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദി നാച്ചുറൽ വേൾഡ്. ഏതൊരു മൗണ്ടെയിന്റെ മുകളിലും പ്രകാശം വീഴുമ്പം എത്രത്തോളം ഭംഗി ഉണ്ടാവോ അത്രയും തന്നെ ഭംഗിയുണ്ട് ഒരു മാൻമെയ്ഡ് സിറ്റി ആയിട്ടുള്ള ലണ്ടന്റെ മുകളിൽ വെളിച്ചം വീഴുമ്പോൾ. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ഐഡിയ ഓഫ് ദ പോയം? ആ പോയത്തിന്റെ ഐഡിയ എന്താന്ന് മനസ്സിലായോടാ? ക്ലിയർ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ക്ലിയർ ആണോ? ഐഡിയ ഓക്കെ ആണോ? മനസ്സിലായോ? പിടികിട്ടിയോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദി ഐഡിയ ഓഫ് ദ പോയം? ഓക്കെ, ക്ലിയർ ആണോ? സോ അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്?
there happens a fusion. ഇത്രയും ദിവസം വേർഡ്സ് വർത്ത് ഇങ്ങനെ ഡിമാർക്കേറ്റ് ചെയ്തല്ലേ വെച്ചിരുന്നേ. ലണ്ടൻ സിറ്റി ഈസ് മെക്കാനിക്കൽ, ലണ്ടൻ ഇസ് പാർട്ട് ഓഫ് ദി ആർട്ടിഫിഷ്യൽ വേൾഡ്, ബാക്കിയുള്ള സിറ്റി ഒക്കെ, ബാക്കി നമ്മുടെ ഈ കൺട്രി സൈഡൊക്കെ എന്താണ്, നേച്ചറിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഓക്കെ, ത്രൂ ദീസ് ടു പോയംസ് ബ്രൂക്സ് എന്താ കാണിക്കുന്നത്, അവിടെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള എലിമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. ലണ്ടൻ എന്ന് പറയുന്ന ഈ പറയുന്ന ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഒരു സിറ്റി നാച്ചുറൽ വേൾഡിന്റെ ഭാഗം തന്നെയാണ്. അതിൽ സൺലൈറ്റ് വീഴുമ്പോഴും ഒരു ഡയമണ്ട് പോലെ പ്യുവർ ആയിട്ട് അത് തിളങ്ങും. Okay, so there is a fusion of what is called as nature and civilization. There is a fusion of an artificial world and the natural world. ഇത് Wordsworth അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. Okay, so he is someone who would always love to keep, എന്താ പറയാ, പാരഡോക്സിനെ ദൂരെ മാറ്റി നിർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ ലണ്ടൻ ഒരു ഓട്ടോമേറ്റഡ് മെഷീൻ, തീ തുപ്പുന്ന സിറ്റി, ഈ പറയുന്ന പോലെ ഭയങ്കര ഒരു ഗ്രേ പ്ലേസ് എന്നൊക്കെ പറഞ്ഞിരുന്ന വേർഡ്സ്വർത്ത് തന്നെ അറിയാതെ എന്താ ചെയ്തിരിക്കുന്നത്, ഹീസ് എക്സ്പോസിങ് ദി ബ്യൂട്ടിഫുൾ സൈഡ് ഓഫ് ലണ്ടൻ. മനസ്സിലായോ? അപ്പോൾ ബ്രൂക്സ് പറയുന്നേ, സി അവിടെ ഹൗസ് ഉറങ്ങുന്നുണ്ട്, ഹോംസ് ഒക്കെ അസ്ലീപ്പ് എന്നാണ് വേർഡ്സ്വർത്ത് പറഞ്ഞ് അവസാനിക്കുന്നത്. പോട്ടെ, അത് നമുക്ക് ക്ലീഷ എന്ന് പറയാം. ഓ, ന്യൂയോർക്ക് നഗരം തൂങ്ങും എന്നൊക്കെ പറയുന്ന പോലെ, പാട്ട് പോലെ നമുക്കത് ക്ലീഷ എന്ന് പറയാം. ശരിയാണ്, ഈ ടൗൺസിൽ രാവിലെ നേരം വെളുക്കുന്ന സമയത്ത് വീടുകളൊക്കെ ഉറക്കമാണെന്ന് നമ്മൾ പറയാറുണ്ട്. അതൊരു ക്ലീഷ്യ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷേ എങ്ങനെയാ ആ ക്ലീഷ്യ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഡിഫറെന്റ് ആവുന്നേ നോക്കിയേ. ആർട്ടിഫിഷ്യൽ ആയിട്ട് മാൻമെയ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റി ഇവിടെ ഒരു ലിവിങ് ഓർഗാനിക് ക്രീച്ചർ ആയിട്ട് മാറുമല്ലേ. ലുക്ക് ഹൗ ബ്രില്യൻ്റ്ലി ലണ്ടൻ ഷൈൻസ് അണ്ടർ സൺലൈറ്റ്. ഒരു ഡയമണ്ട് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് തിളങ്ങുന്നു എന്നാണ് വേർഡ്സ്വർത്ത് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് നോ ലോങ്ങർ എ പാർട്ട് ഓഫ് ദി ആർട്ടിഫിഷ്യൽ വേൾഡ്. മൗണ്ടൻ്റെ മുകളിൽ സൺലൈറ്റ് വീഴുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവോ അത്രയും തന്നെ ഭംഗിയുണ്ട് ലണ്ടൻ ആ ഒരു ഡൗണിനെ എടുത്തുകൊടുക്കുന്ന സമയത്തും. മനസ്സിലാവുന്നുണ്ടോ? സോ ഇവിടെ പറഞ്ഞതുപോലെ വേർഡ്സ്വർത്ത് തന്നെ വേർഡ്സ്വർത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ കോൺട്രഡിക്റ്റ് ചെയ്യുവാണ്. He says London is very filthy. He is a living monster, animal, automated machine. പക്ഷെ എന്നിട്ട് പുള്ളി തന്നെ അറിയാതെ ലണ്ടന്റെ ആ ഭംഗിയെ ഇങ്ങനെ അപ്രിഷിയേറ്റ് ചെയ്യാണ്. മനസ്സിലായോടാ? അപ്പൊ എന്താ ക്ലിയാൻ ബ്രൂക്സ് ഇതിലൂടെ പറയാൻ ശ്രമിച്ചേ? ഏതൊരു കവിതയും ഓക്കെ സിമ്പിൾ ആയിട്ട് പോലും എക്സിസ്റ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്ന കവിതയ്ക്കുള്ളിൽ പോലും അതിൻ്റെ ഒരു സോൾ എന്ന് പറയുന്ന പാരഡോക്സ് ആണ്. മനസ്സിലായോ? എസ്പെഷ്യലി വേർഡ്സ്വർത്തിനെ പോലുള്ള ആൾക്കാർ ദേ ആർ വെരി സസ്പീഷ്യസ് ഓഫ് യൂസിങ് പാരഡോക്സ്. അവർക്ക് പ്ലെയിൻ ലാംഗ്വേജ് മതി. പക്ഷെ എന്നാലും കോംപ്ലെക്സ് ആയിട്ടുള്ള ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് യു കെൻ നോട്ട് കീപ് പാരഡോക്സ് അറ്റ് ബേ. ഹ്യൂമൻ ഇമോഷൻസ് കൺവേ ചെയ്യണമെങ്കിൽ നമ്മൾ പാരഡോക്സ് യൂസ് ചെയ്താലേ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് ഈ രണ്ട് പോയംസിൻ്റെയും യൂസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോടാ? ഒന്ന് കമൻറ്റ് ചെയ്യണേ സോ ദാറ്റ് വി ക്യാൻ ഗോ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫസ്റ്റ് പോയത്തിൻ്റെ പാരഡോക്സ് ക്ലിയർ ആയി, സെക്കൻഡ് പോയത്തിൻ്റെയും പാരഡോക്സ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് ടു യു. ഓക്കെ ആണോ? ഓക്കെ ആണോടാ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, കോൺട്രഡിക്ടറി എലിമെന്റ്സ് ആണ് രണ്ടിലും എക്സിസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഗുഡ് ടു ഗോ. ഓക്കെ, so let's go for the next one. Yeah, now why does Cleon Brooks reject the notion that poetry can be expressed in the language of science? Discuss with reference to his concept of poetic language. Okay, ഈ ഒരു ചോദ്യം ക്ലിയാൻ ബ്രൂക്സ് എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ആൻസർ ചെയ്യാവോ? എങ്ങനെയാണ് ഈ സയന്റിഫിക് ലാംഗ്വേജും പോയറ്റിക് ലാംഗ്വേജും ഡിഫറെൻ്റ് ആവുന്നത്? അവർ ഡിഫറെൻ്റ് ആണെന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ. ഓക്കെ, സോ ക്യാൻ യു ടെൽ മീ എങ്ങനെയാണ് ഈ സയന്റിഫിക് ലാംഗ്വേജും പോയറ്റിക് ലാംഗ്വേജും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. കെൻ യു ടെൽ മീ? ഒന്ന് പറയാവോ? ആലോചിച്ച് നോക്കിയേ. ഹൗ ആർ ദി ബോത്ത് ഡിഫറെൻറ്റ്? സയന്റിഫിക് ലാംഗ്വേജും ഈ പറയുന്ന പോലെ പോയട്രിയുടെ ലാംഗ്വേജും എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവണേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ ആൻഡ് ടെൽ മീ. ഓക്കെ, ആൻസർ ഞാൻ കാണിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് കാണിക്കാം. ആലോചിച്ച് പറയൂ.
സയൻസിന്റെ ലാംഗ്വേജ് എങ്ങനെയാ? ഹൗ ഡു സയൻസ് വർക്ക്? എങ്ങനെയാ വർക്ക് ചെയ്യുക? ആ സി സയൻസിന്റെ ലാംഗ്വേജ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ഇന്നെവിറ്റബിളി ദി ലാംഗ്വേജ് ഓഫ് ഫാക്ട്സ് അല്ലേ? വെരിറ്റബിൾ ആയിട്ടുള്ള ഫാക്ട്സിന്റെ ലാംഗ്വേജ് ആണ് സയൻസ് എന്ന് പറയുന്നത്. അതായത് 1+1=2 എന്ന് പറഞ്ഞാൽ അവിടെ കാര്യം കഴിഞ്ഞു. ഇറ്റ്സ് എ വെരി ഒബ്ജക്റ്റീവ് ലാംഗ്വേജ്, ഫാക്ച്വൽ ലാംഗ്വേജ്. ശാസ്ത്രത്തിന്റെ ഭാഷ അങ്ങനെയാണ്. ഓക്കെ, അത് എനിക്കിവിടെ കുറേ ആൻസേഴ്സ് കിട്ടുന്നുണ്ട്. പോയിട്രി ഈസ് ടു കോംപ്ലെക്സ് ടു എക്സ്പ്രസ്. പോയറ്റിക് ലാംഗ്വേജ്, ഇമാജിനേഷൻ ഉണ്ട്, പോയറ്റിക് ഫ്രേസസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. സയൻസ് ഭയങ്കര ബോറിംഗ് അല്ലേ? സയൻസ് ഇങ്ങനെ ബോറിംഗ് ഇൻ ദ സെൻസ് അങ്ങനെയല്ലാട്ടോ ഞാൻ പറഞ്ഞു. സയന്റിഫിക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്കലി ട്രൂത്ത് ബേസ് ചെയ്തിട്ടാണ്, ഫാക്ട് ബേസ് ചെയ്തിട്ടാണ് പറയുക അല്ലേ? പോയിട്രി ഓൺ ദി അതർ ഹാൻഡ് കുറച്ചുകൂടെയൊക്കെ ഇമോഷൻ ഓറിയന്റഡ് ആണ്. ഫാക്ട്സിന് അവിടെ വലിയ പ്രാധാന്യമൊന്നുമില്ല. വി ഗെറ്റ് ടു എക്സ്പ്രസ് ആർ ഇമോഷൻസ് ബെറ്റർ ത്രൂ പോയിട്രി അല്ലേ? പോയറ്റിക് വൺ. ഇപ്പം ഞാനത് ഈ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നൊരു നമ്മൾ മലയാളം സോങ്സ് ഒക്കെ എടുക്കുമ്പോഴും നമുക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുമേ. സി ഓൾ ഓഫ് യു ഷുഡ് ഹാവ് വാച്ച് ദ മൂവി തന്മാത്ര അല്ലേ? മോഹൻലാലിന്റെ തന്മാത്ര കണ്ടിട്ടില്ലേ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാ. യു മൈറ്റ് നോ. തന്മാത്ര മൂവി കണ്ടിട്ടില്ലേ? ഹാവൻ യു വാച്ച് ദ മൂവി തന്മാത്ര? ഒരിക്കൽ കാണാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ കാണാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ തന്മാത്ര കണ്ടിട്ടില്ലേ? യു ഷുഡ് ഹാവ് വാച്ച്ഡ് ഇറ്റ്, റൈറ്റ്? കണ്ടിട്ടില്ലേ ആരും? എനിക്ക് ഒരു പ്രാവശ്യം കാണാൻ പറ്റില്ല, അതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ സി മൂവിക്കകത്ത് ഇപ്പം സയൻസിന്റെ ഭാഷയിൽ മോഹൻലാലിന്റെ ക്യാരക്ടർ എന്താ അണ്ടർഗോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്കൊരു ടെക്നിക്കൽ ടേമേ ഉള്ളൂ. അംനീഷ്യ എന്ന് പറയാനേ പറ്റുള്ളൂ. സോറി, ഡിമെൻഷ്യ എന്ന് പറയുന്ന അല്ലാണ്ട് സയൻസിന് അതിനപ്പുറത്തേക്കൊരു വാക്കൊന്നുമില്ല. ഓക്കെ, ഇറ്റ്സ് വെരി ഹാർട്ട് ബ്രേക്കിംഗ് ടു വാച്ച് ദ മൂവി അഗൈൻ. പക്ഷെ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു കാര്യം അത് പുള്ളിക്കാരൻ്റെ ആ ഒരു സിറ്റുവേഷന് സയൻസ് ഒരു ടെക്നിക്കൽ ടേം പറയുന്നുണ്ട്. അംനീഷ്യ, ഡിമെൻഷ്യ അതൊരു ടെക്നിക്കൽ ടേം ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതിനകത്ത് തന്നെ അതൊരു പാട്ടായിട്ട് പറയുമ്പം അതിനകത്തൊരു വരിയില്ലേ, വളർന്നു പോയതറിയാതെ വിരുന്നു വന്നു ബാല്യം എന്നൊരു വരിയുണ്ട് തന്മാത്രയുടെ ആ ഒരു പാട്ടിനകത്ത്. ഈ പുള്ളിക്കാരൻ ഈ ഒരു അസുഖം ബാധിച്ചതിന് ശേഷം ഹി ബിക്കംസ് ഓൾമോസ്റ്റ് ലൈക്ക് എ ചൈൽഡ് അല്ലെ? ഒരു കുഞ്ഞിന്റെ സ്വഭാവമാണ് കാണിക്കുക, എല്ലാത്തിനോടും വാശി, പലതും മറന്നു പോവുക, അങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ അതിലെ ലിറിസിസ്റ്റ് ഒറ്റ വരി എഴുതിയിട്ടുള്ളൂ, വളർന്നു പോയതറിയാതെ വിരുന്നു വന്നു ബാല്യം എന്നൊരു വരി മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, സോ സയൻസിന്റെ ടേമില് അത് ജസ്റ്റ് ഡിമെൻഷ്യ, അംനീഷ്യ അവരങ്ങനെ പറയുള്ളൂ. പക്ഷെ പൊയറ്റിക്കലായിട്ട് പറഞ്ഞപ്പോൾ ആലോചിച്ച് നോക്കിയേ, വളർന്നു പോയതറിയാതെ വിരുന്നു വന്നു ബാല്യം എന്നാണ് കവി എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഹി ബിക്കേം ഓൾഡ് ബട്ട് ദെൻ അത് അറിയാതെ അദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് റീവിസിറ്റ് ചെയ്യാണ്. മീൻസ് ഹി ഈസ് ബിക്കമിങ് ലൈക്ക് എ ചൈൽഡ്. ഓക്കെ, ഇത് തന്നെയാണ് രണ്ടും തമ്മിലുള്ള ബേസിക് വ്യത്യാസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിന്റെ ചേഞ്ചസ് എന്നുള്ളത്. ഓക്കെ, നോക്കിയടാ, സയന്റിഫിക് ലാംഗ്വേജ് എന്ന് പറയുമ്പം അത് ഡിനോട്ടേഷൻ ആണ് മെയിൻലി. എന്താ ഈ ഡിനോട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോ അതിലൊരു കാര്യം പറയുമ്പോൾ അത് വളരെ പ്രിസൈസ് ആണല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ 1+1=2 എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് വേറൊന്നും വരാനില്ല. ഡിനോട്ടേഷൻ ആണ്, അത് അത്രയേ ഉള്ളൂ. ഓക്കെ, ലിറ്ററൽ മീനിങ് മാത്രം എടുത്താൽ മതി നമ്മൾ. ഓക്കെ, സി സയൻസിന് ഇറ്റ് നീഡ്സ് ടു ബി ഫ്രീ ഓഫ് പാരഡോക്സസ്. സയൻസിന് കൺഫ്യൂഷൻസ് ഒന്നും പാടില്ല, ആംബിഗ്വിറ്റി പാടില്ല, പറഞ്ഞാൽ പറഞ്ഞതായിരിക്കണം. ഓക്കെ, സോ അവര് ഫോട്ടോസിന്തസിസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ പറയുന്ന ഏതൊരു സയന്റിഫിക് പ്രോസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്തും അവര് വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് പറയുക. ഓക്കെ, ആൻഡ് യു ഷുഡ് ഓൾവേസ് റിമെമ്പർ ദിസ്, സയൻസ് വാണ്ട്സ് ടു ബി ഫ്രീ ഓഫ് പാരഡോക്സ്. സയൻസിന് പാരഡോക്സിൽ നിന്ന് ഫ്രീഡം വേണം. ഓക്കെ, ആൻഡ് ഇറ്റ് ടോക്സ് ഓൺ ഫാക്ട്സ്, ഫാക്ട്സ് ബേസ്ഡ് ആയിട്ടാണ് സംസാരിക്കുക. ഓൺ ദി അതർ ഹാൻഡ് പോയിട്രി അങ്ങനെയല്ല. ഓക്കെ, പോയിട്രി എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് ടു എക്സ്പ്രസ് ഓൾ ദി ഹ്യൂമൻ ഇമോഷൻസ്. നമുക്ക് സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് ഒരാളിന്റെ ഉള്ളിലൂടെ പോകുന്ന ഇമോഷൻസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് വൈ ക്ലിയാൻബ്രൂക്ക് സേസ് ദ പോയിറ്റ് മസ്റ്റ് എംപ്ലോയ് എ ലാംഗ്വേജ് capable of holding together apparently contradictory meanings.
Hence his central assertion, language of poetry is the language of paradox. Okay, so poetry എന്ന് പറഞ്ഞാൽ നമുക്കങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഹാവ് യു റെഡ് ദ പോയം ദ രാവൻ ബൈ എഡ്ഗർ അലൻ പോ? രാവൻ വായിച്ചിട്ടുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ദ രാവൻ ബൈ എഡ്ഗർ അലൻ പോ ഓർമ്മയുണ്ടോ? ദ രാവൻ ബൈ എഡ്ഗർ അലൻ പോ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? വായിക്കാണ്ടിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. യു ഷുഡ് ഹാവ് റെഡ് ദാറ്റ്. വായിച്ചിട്ടുണ്ടാവുമല്ലോ, ദ രാവൻ ബൈ എഡ്ഗർ അലൻ പോ. നോക്കിയേ, നമ്മൾ എങ്ങനെയാ പുള്ളിയുടെ മനസ്സിലുള്ള ഇമോഷൻസിനെ സയന്റിഫിക്കലി പ്രസന്റ് ചെയ്യുക? ഇസ് ദാറ്റ് പോസിബിൾ? അത് പോസിബിൾ ആണോ? ഓക്കെ, രാവൻ വായിക്കുമ്പോൾ എന്തോരം എക്സ്പ്ലനേഷൻസ് ആണ് നമുക്ക് തോന്നുക. സെയിം വിത്ത് കുബ്ലഖാൻ. കോൾറിഡ്ജിന്റെ കുബ്ലഖാൻ വായിച്ചാൽ അങ്ങനെ തന്നെ അല്ലേ? രാവൻ പോയറ്റിനകത്ത് വി നോ എ ഫാക്ട് ദാറ്റ് എഡ്ഗർ അലൻ പോയ്ക്ക് പുള്ളിക്കാരൻ്റെ ബിലവഡ് ആയിട്ടുള്ള ലെനോറിന് നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ ഫേസിലാണ് എഡ്ഗർ അലൻ പോ രാവൻ എന്ന് പറയുന്ന പോയം എഴുതുന്നത്. ഓക്കെ, ആ പോയത്തിനകത്ത് എവറി വേർഡ് ഹാസ് ഗോട്ട് എ ഫ്ലൂയിഡിറ്റി. പറയുന്ന ടേം ഒന്ന് ശ്രദ്ധിക്കണേ. എവറി വേർഡ് ഹാസ് എ ഫ്ലൂയിഡിറ്റി. ഓക്കെ, സയൻസ് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? സയൻസ് വേർഡ്സിനെ ഫ്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ സമ്മതിക്കില്ല. ഓക്കെ, അതില് സയൻസിൽ ഇപ്പോൾ നമ്മൾ വേരിയബിൾ എന്നുള്ളൊരു വാക്ക് പറഞ്ഞാൽ വേരിയബിളിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ, എക്സാക്ട് മീനിങ് ആണ്. അതിനകത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ഇല്ല. ഓക്കെ, സയൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ഫ്രീസസ് ദ വേർഡ്സ്. അതിനകത്ത് നമുക്ക് പിന്നെ ഒരു മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻ പോസിബിൾ അല്ല. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് പോയട്രി വേർഡ്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. ഡീസ്റ്റെബിലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. വിച്ച് മീൻസ് ഒരു വാക്കിന് തന്നെ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ ആണ് പോയട്രിയിൽ. ഓക്കെ, അപ്പൊ സയൻസില് വേർഡ്സിന് ഒരു അറസ്റ്റഡ് ഫീൽ ആണെങ്കിൽ, ഒരു ഫ്രോസൺ ഫീൽ ആണെങ്കിൽ, പോയട്രിയിലേക്ക് വരുമ്പോൾ പോയട്രി ഗിവ്സ് ഇമ്മൻസ് ഫ്രീഡം ടു വേർഡ്സ്. ഓക്കെ, അവർക്ക് ഇഷ്ടമുള്ള മീനിങ് എടുത്ത് അണിയാനുള്ള ഒരു ഫ്രീഡം പോയട്രി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓരോ തവണ രാവൻ വായിക്കുമ്പോഴും യു ഗെറ്റ് എ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് ഇന്റർപ്രിട്ടേഷൻസ് അല്ലേ? പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, നെപ്പൻഡിസ് ഈ പറയുന്ന പെയിൻ കില്ലർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാവന്റെ അടുത്ത്. ഞാനിനി ലെനോറിനെ കാണുമോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഈ പക്ഷി നെവർ മോർ നെവർ മോർ നെവർ മോർ എന്നാ പറയാ. ഓർമ്മയുണ്ടോ അത്? ഡു യു റിമെമ്പർ ദാറ്റ് ഫ്രേസ് നെവർ മോർ ഫ്രം രാവൻ? നെവർ മോർ എന്ന് പറയുന്ന ഫ്രേസ് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? നെവർ മോർ അങ്ങനെയാ പറയാത് അല്ലേ? അപ്പോ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് നെവർ മോർ എന്ന് പറയുന്ന ഫ്രേസ് ശരിക്കും എഡ്ഗർ അലൻ പോയുടെ മനസ്സിൽ ലെനോർ എന്നുള്ളതാണ് നെവർ മോർ എന്ന് കേൾക്കുന്നത്. ഓക്കെ, അപ്പോ ഹ്യൂമൻ ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം വരുമ്പോൾ യു കെൻ നോട്ട് കൺഫൈൻ വേർഡ്സിനെ കൺഫൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഹ്യൂമൻ ഇമോഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് ടു ഹാവ് ഐറണി, യു നീഡ് ടു ഹാവ് ആംബിഗ്വിറ്റി. അതിനകത്ത് പാരഡോക്സ് വേണം, വേർഡ്സ് തമ്മിലൊരു ഫ്രിക്ഷൻ വേണം. ആ ആംബിഗ്വിറ്റിയിലാണ് പോയറ്റ്സിന്റെ സോൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തിനാ ഇത്രയധികം പറയുന്നത്? ഡു യു റിമെമ്പർ ദ പോയം ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്? റോഡ് നോട്ട് ടേക്കൺ ഓർമ്മയുണ്ടോ? ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഓർക്കുന്നുണ്ടോ? ദ റോഡ് നോട്ട് ടേക്കൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ഓർമ്മയുണ്ടോ? മറക്കാൻ എന്തായാലും സാധ്യതയില്ല. ടു റോഡ്സ് ഡൈവേഴ്സ്ഡ് ഇൻ എ യെല്ലോ വുഡ് എന്ന് തുടങ്ങുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയമാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ ദ റോഡ് നോട്ട് ടേക്കൺ അല്ലേ? അതൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇപ്പം സയൻസിന്റെ ഭാഷയിൽ ഇഫ് ഹീ ഈസ് കൺഫ്യൂസ്ഡ് അവർ കുറച്ച് ടേംസുമായിട്ടായിരിക്കും വരിക. ഡിറക്ഷൻ മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ഇങ്ങോട്ടാണ് പോവേണ്ടത്, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ 10 കിലോമീറ്റർ പോയാൽ നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ എത്താം. സയൻസിന്റെ ഭാഷ അത്രയേ ഉള്ളൂ. ഓക്കെ, ബട്ട് തിങ്ക് അബൌട്ട് how beautifully Robert Frost has presented a confusion before us. Okay, ഇതിൽ ഏത് റോഡാണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്? ഷുഡ് ഐ ഗോ ഫോർ ദ ലെസ് ട്രാവൽഡ് വൺ, അതോ ഞാൻ ഈ പറയുന്ന പോലെ എല്ലാവരും ചൂസ് ചെയ്ത റോഡ് ചൂസ് ചെയ്യണോ എന്ന് റോബർട്ട് ഫ്രോസ്റ്റിനൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, ആൻഡ് ഹി ചോസ് ദ റോഡ് ലെസ് ട്രാവൽഡ് ബൈ. ഇതിൽ ഏതാ ലെസ് ട്രാവൽഡ് ബൈ?
ഇന്ന് നമുക്ക് അവസാനിക്കാത്തൊരു കൺഫ്യൂഷനും ആംബിഗ്വിറ്റിയും ഒക്കെയാണ് ആ പോയോ അല്ലേ. ഇൻഫാക്റ്റ് ആ പോയിറ്റിന് പോലും കൺഫ്യൂഷനാണ്. നാളെ ഞാൻ ചൂസ് ചെയ്ത പാത്ത് ആയിരിക്കും ഇറ്റ് വിൽ മേക്ക് ഓൾ ദി ഡിഫറൻസ് ടു മൈ ലൈഫ്. ഓക്കെ, സോ അദ്ദേഹം ഏത് പാത്താ ചൂസ് ചെയ്തിട്ടുണ്ടാവുക? ലെസ് ട്രാവൽഡ് വൺ. ഏത് ലെസ് ട്രാവൽഡ് വൺ? വി ആർ കൺഫ്യൂസ്ഡ്. ഓക്കെ, സി ആ പോയത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ആ കൺഫ്യൂഷനിലാണ്. സയൻസ് ഭയങ്കര ബോറിംഗ് ആണ്, ബിക്കോസ് നമ്മൾ ഈ എന്താ പറയാ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് അർത്ഥം കിട്ടും ആൻഡ് ദാറ്റ് ഇസ് ഓവർ. അതിന്റെ ക്യൂരിയോസിറ്റി അവിടെ തീർന്നു. ഓക്കെ, പക്ഷേ പോയം അങ്ങനെയല്ല. The more you read, the more it will present irony for you, ambiguity for you. So പോയട്രിയുടെ ഭാഷ എന്ന് പറയുന്നത് connotation ആണ്. മനസ്സിലാവുന്നുണ്ടോ? So the basic difference between the two is scientific language denotation ആണെങ്കിൽ ഈ പറയുന്ന പോയത്തിന്റെ ലാംഗ്വേജ് കൊണോട്ടേഷൻ ആണ്. ഓക്കെ, സോ യു ഡ്വെൽ ഓൺ ദാറ്റ്. അതിനകത്തൊരു കൂട് കൂട്ടിയിരുന്ന് ഇങ്ങനെ ആലോചിച്ചാൽ മാത്രമേ അതിന്റെ മൾട്ടിപ്പിൾ മീനിങ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എന്തൊക്കെയാ അതിനകത്ത് പോയറ്റ് കൊണ്ട് വെച്ചേക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഹി സേസ് ദാറ്റ് the poet in his most characteristic moments is not a poet of statement but a poet of paradoxes. Okay, ഒരു നല്ല കവി ആകണമെങ്കിൽ എന്ത് ഭാഷ വശം വേണം? പാരഡോക്സിന്റെ ഭാഷ വശമായിരിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴേ വേറെ ഏതെങ്കിലും പോയിറ്റ്സിന് ഓർമ്മ വരുന്നുണ്ടോ ഹൂ വാസ് ബീയിങ് മോർ സയന്റിഫിക് ഇൻ റൈറ്റിംഗിൽ ഭയങ്കര സയന്റിഫിക് ആകാൻ ശ്രമിച്ച വേറെ ഏതെങ്കിലും ക്ലാസ് ഓഫ് പോയിറ്റ്സിന് ഓർമ്മ വരുന്നുണ്ടോ? പീപ്പിൾ ഹൂ സെഡ് വി ഷുഡ് ബി തിങ്കിങ് വെരി ലോജിക്കൽ, വെരി റാഷണൽ, അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സിന് ഓർമ്മ വരുന്നുണ്ടോടാ? ബേസിക്കലി ഡിനോട്ടേഷൻ, കൊണോട്ടേഷൻ അല്ലാതെ ഏതെങ്കിലും ഗ്രൂപ്പ് ഓഫ് പോയിറ്റ്സേ ഈ പറഞ്ഞ പോലെ ഓക്കെ ലെറ്റ്സ് ഹാവ് എ വെരി സ്ട്രേറ്റ് ഫോർവേഡ് ലാംഗ്വേജ്, റാഷണൽ ലാംഗ്വേജ്, ലോജിക്കൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? അയ്യോ, ഡണ്ണിനെ ഇതിൽ കൊണ്ടിടരുത്. ഡൺ പാരഡോക്സിന്റെ മാസ്റ്റർ ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് റാഷണൽ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ച അതെ, ഐ ഗോട്ട് ദി ആൻസർ. നൗറീൻ, നിയോ ക്ലാസിക്കൽ. ഓക്കെ, ഡണ്ണിനെ ഇതിൽ കൊണ്ടിടരുത്. ഡൺ നമ്മളിത് അടുത്തൊരു 10-15 മിനിറ്റ് ഡണ്ണിനെ കുറിച്ച് സംസാരിക്കാൻ പോവാ. ഹീസ് എ മാസ്റ്റർ ഓഫ് പാരഡോക്സിസ്. ഓക്കെ, സി നിയോ ക്ലാസിക്കൽ പോയിറ്റ്സിലെ ആശന്മാർ എന്താ പറഞ്ഞത്? കവിതയ്ക്കകത്ത് ഇമോഷൻ വേണ്ട, കവിതയ്ക്കകത്ത് റൊമാൻറ്റിക് ആസ്പെക്ട്സ് ഒന്നും വേണ്ട, റാഷണൽ ആയിട്ട് എന്താ പ്രസന്റ് ചെയ്യാൻ പറ്റാന്ന് വെച്ചാൽ അതങ്ങ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് വാട്ട് ദി നിയോ ക്ലാസിക്കൽ പീപ്പിൾ സെഡ്. അങ്ങനെയല്ലേ നിയോ ക്ലാസിസം പറഞ്ഞേ? പക്ഷേ ഇവിടെ ക്ലിയാൻ ബ്രൂക്ക്, ഞാൻ ഈ കാര്യം പറയുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് എഴുതണ്ട, പക്ഷെ ഓർത്ത് വെച്ചാൽ മതി. സി ക്ലിയാൻ ബ്രൂക്സ് ഈ പറയുന്ന പോലെ എക്സ്ട്രീംലി റാഷണൽ ആകാൻ പറഞ്ഞ നിയോ ക്ലാസിക്കൽ പോയിറ്റ്സിനകത്തും പാരഡോക്സ് ഉണ്ടെന്നേ. അതെങ്ങനെ പാരഡോക്സ് വർക്ക് ചെയ്യുക? അവരെന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് ഇമോഷൻസ് വേണ്ട, ഞങ്ങൾ ബ്രെയിൻ കൊണ്ട് എഴുതുന്ന ആൾക്കാരാണ്, വി ആർ കീപ്പിംഗ് ദി ഹാർട്ട് അറ്റ് ബേ, ഞങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇമോഷൻസ് വേണ്ട, ഫീലിങ്സ് വേണ്ട, വി ആർ സിംപ്ലി ഗോയിങ് ആഫ്റ്റർ റാഷണൽ ആൻഡ് ലോജിക്. ഓക്കെ, അപ്പൊ ക്ലിയാൻ ബ്രൂക്സ് പറയുന്നു ഇങ്ങനെ പറഞ്ഞ ആശാന്മാരും പാരഡോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരട്ടെ. ഓക്കെ, സി ഹൂ റോട്ട് എസ്സേ ഓൺ മാൻ? എസ്സേ ഓൺ മാൻ എഴുതിയത് ആരാടാ? ഹൂ റോട്ട് എസ്സേ ഓൺ മാൻ? എസ്സേ ഓൺ മാൻ എഴുതിയത് ആരാ? ആൻ എസ്സേ ഓൺ മാൻ എഴുതിയത് ആരാ? ആൻ എസ്സേ ഓൺ മാൻ പോപ്പ് ആണ് അല്ലേ? വെരി ഗുഡ്. ഓക്കെ, സി പോപ്പിന്റെ ഒരു ബ്രില്യൻറ്റ് റൈറ്റിംഗ് ആണ് ആൻ എസ്സേ ഓൺ മാൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പുള്ളി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വി ആർ ബോൺ ജസ്റ്റ് ടു ഡൈ. ഓക്കെ, നമ്മൾ ജനിക്കുന്നത് തന്നെ എന്തിനാ? മരിക്കാനാ. പാരഡോക്സ് നമ്പർ 1. രണ്ടാമത് പുള്ളി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഓക്കെ, man looks like the masters of everything, yet he is troubled by everything. Okay, മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ നേച്ചർ മൊത്തം ഓൺ ചെയ്യുന്ന നമ്മളാണെന്നൊരു അഹങ്കാരം നമുക്കുണ്ട്. ഓക്കെ, എന്നാ ഏറ്റവും ചെറിയ കാര്യം പോലും നമ്മളെ ഭയങ്കരമായിട്ട് ട്രബിൾ ചെയ്യും. ഓക്കെ, സോ ഈവൻ ദ സ്മോളസ്റ്റ് ഓഫ് ആൻ ആക്ട് ക്യാൻ ട്രബിൾ ഹ്യൂമൻ ബീയിങ്സ്. ഓക്കെ, അപ്പോ എന്താ ക്ലിയാൻ ബ്രൂക്സ് പറഞ്ഞേ? നോക്ക, ടൈം ലൈൻ ഇല്ലാതെ നിയോ ക്ലാസിക്കൽ പോയിറ്റ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് പോയിറ്റ് ആയിക്കോട്ടെ, എലിസബത്തൻ പോയിറ്റ്സ് ആയിക്കോട്ടെ, കവിത എഴുതുന്നുണ്ടോ അതിനകത്ത് പാരഡോക്സ് ഉണ്ട്. എസ്സേ ആയിക്കോട്ടെ അതിനകത്ത് പാരഡോക്സ് ഉണ്ട്.
അതുകൊണ്ടല്ലേ പോപ്പ് പറഞ്ഞത് വി ലുക്ക് ലൈക്ക് ദ മാസ്റ്റേഴ്സ് ഓഫ് എവറിത്തിങ് യെറ്റ് വി ആർ എഫക്റ്റഡ് ബൈ ഈവൻ ദ സ്മോളസ്റ്റ് തിങ്. ഓക്കെ, നമ്മളെ കണ്ട വി ആർ ദി മാസ്റ്റേഴ്സ് ഓഫ് ദി എൻറ്റയർ യൂണിവേഴ്സ്. പക്ഷേ ഒരു ചെറിയ കാര്യം മതി യു വിൽ ബി ട്രബിൾഡ്. ആൻഡ് വി ആർ ബോൺ ജസ്റ്റ് ടു ഡൈ. നമ്മൾ എന്തിനാ ജനിച്ചത്? മരിക്കാൻ വേണ്ടി. ഓക്കെ, സോ അപ്പൊ ഈ പാരഡോക്സ് നിയോ ക്ലാസിക്കൽ പോയിറ്റ്സിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ മനസ്സിലാകുന്നേ? റിഗാർഡ്ലെസ് ഓഫ് ദി ടൈം ദി പോയിറ്റ്സ് ബിലോങ് ടു, പോയിട്രിയിൽ നമുക്ക് ഇന്നെവിറ്റബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഇതുവരെ ഓക്കെ ആണോടാ? ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഓക്കെ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? Did you understand the difference between the language of science and the language of poem? Clear ആയോ? ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ ആണോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? സയൻസ് is trying to be free of paradoxes. ഓക്കെ, പോയിട്രിക്ക് അതിന് അടിമയാവാനാണ് ഇഷ്ടം. ഓക്കെ, പോയിട്രി loves to be a slave of paradox. മനസ്സിലാവുന്നുണ്ടോ? പോയിട്രിക്ക് ഒരു സ്ലേവ് ആകാനാണ് ഇഷ്ടം. എന്തിന്റെ സ്ലേവ് ആവാനാണ് ഇഷ്ടം? പാരഡോക്സിന്റെ സ്ലേവ് ആകാനാണ് ഇഷ്ടം. സയൻസിന് പാരഡോക്സിന് പേടിയുമാണ്. ഇറ്റ് വോണ്ട്സ് ടു കീപ് പാരഡോക്സ് അറ്റ് ബേ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെരി ഇമ്പോർട്ടൻറ്റ്, വി ഷുഡ് നോ അബൌട്ട് ദിസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The canonization provides a sufficiently extreme instance of Clean-Brooks' theory of paradox. Discuss Brooks' detailed analysis of John Donne's poem in the language of paradox. Okay, നിങ്ങൾക്കറിയാം ഞാൻ സംസാരിക്കാൻ പോകുന്ന പോയം എന്താണെന്ന്. ഓക്കെ, സി ക്ലിയാൻ-ബ്രൂക്സിന്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് കാനനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാനനൈസേഷൻ വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലാംഗ്വേജ് ഓഫ് പാരഡോക്സിനെ ഏറ്റവും എവിഡന്റ് ആയിട്ട് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, എന്തൊക്കെയാ അതിനകത്തുള്ളത്? വാട്ട് ഈസ് ദി പാരഡോക്സ്? ടൈറ്റിൽ തന്നെ പാരഡോക്സ് ആണല്ലേ. കാനനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ഈ പറയുന്ന പോലെ സെയിൻലി ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പദവിയാണ് കാനനൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ടൈറ്റിൽ തന്നെ പാരഡോക്സ് ആണ്. ഓക്കെ, സോ ഇവിടെ വി ഹാവ് ടു ലവേഴ്സ് who are so much in obsession with each other. അല്ലേ, കാനനൈസേഷൻ എന്ന് പറയുന്ന പോയം കേട്ടിട്ടില്ലടാ? ഡോണ്ട് യു നോ അബൌട്ട് ദി പോയം? കാനനൈസേഷൻ അറിയില്ലേ? ഒത്തിരി പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി, ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാവും കാനനൈസേഷൻ എന്നുള്ള പോയം അല്ലേ. വെരി പോപ്പുലർ പോയം. ഓക്കെ, സി അതിൻ്റെ ടൈറ്റിൽ തന്നെ പാരഡോക്സ് ആണ്. ഞാൻ അതാ പറയുന്നത്. ജോൺ ഡൺ എന്ന് പറയുന്ന മനുഷ്യൻ പാരഡോക്സ് കൊണ്ട് അങ്ങേയറ്റം അമ്മാനാടിയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, സോ ഇൻഫാക്ട് യു മസ്റ്റ് റിമെമ്പർ ദ പോയം കോൾഡ് ഇസ് ബാറ്റർ മൈ ഹാർട്ട്. ബാറ്റർ മൈ ഹാർട്ട് എന്ന് പറയുന്ന പോയം ഓർമ്മയില്ലേ? ഓക്കെ, ഗോഡിനോട് പറയുന്നുണ്ട്, എന്നെ ഒന്ന് എൻസ്ലേവ് ചെയ്യാവോ, എങ്കിലേ ഞാൻ ഫ്രീ ആവുള്ളൂ. വാട്ട് ഈസ് what kind of a brilliant writing is that? ഓക്കെ, ദൈവത്തിന് എന്നെ ഒന്ന് എൻസ്ലേവ് ചെയ്യാവോ, എങ്കിലേ ഞാൻ ഫ്രീ ആകുള്ളൂ. ഓക്കെ, ഐ വിൽ ബിക്കം പ്യുവർ ഓൺലി ഇഫ് യു റാവിഷ് മീ. ഓക്കെ, എന്നെ ഒന്ന് നിങ്ങളൊന്ന് റാവിഷ് ചെയ്താൽ മാത്രമേ ഞാൻ പ്യുവർ ആവത്തുള്ളൂ. ഹൗ ഇസ് ദാറ്റ് ഈവൻ പോസിബിൾ? ഓക്കെ, സോ എന്നെ എൻസ്ലേവ് ചെയ്താൽ ഞാൻ ഫ്രീ ആവും. എന്നെ ഒന്ന് യൂസ് ചെയ്ത് റാവിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബിക്കം പ്യുവർ. ഓക്കെ, സി അങ്ങനെ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ ആണ് ജോൺ ഡൺ എന്ന് പറയുന്നത് അല്ലേ. സോ കാനനൈസേഷൻ അകത്ത് പാരഡോക്സിന്റെ ഒരു ലിറ്റണി തന്നെ ഉണ്ട്. യു ക്യാൻ സീ എ സീരീസ് ഓഫ് പാരഡോക്സസ് റണ്ണിങ്. ഓക്കെ, സോ അതിന്റെ ടൈറ്റിൽ തന്നെ പാരഡോക്സ് ആണ്. വേൾഡ്ലി ജോയ്സ് എല്ലാം വിട്ട് കളഞ്ഞ ആൾക്കാർക്ക്, സെയിൻലി ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് കാനനൈസേഷൻ എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുക്കുക. അപ്പോഴാണ് ഇവിടെ രണ്ട് ലവേഴ്സ്, ഓക്കെ, ഹു ആർ സോ മച്ച് ഒബ്സെസ്ഡ് വിത്ത് ഈച്ച് അതർ, അവർ കാനനൈസ്ഡ് ആകാൻ പോവുകയാണെന്ന് ഡൺ സ്വയം പറയുവാണ്. ഓക്കെ, so you find a secular title given to the physical love. Okay, extremely worldly ആയിട്ടുള്ള ഒരു പ്രണയത്തിന് ഒരു റിലീജിയസ് ടൈറ്റിൽ എടുത്ത് ആട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് ജോൺ ഡൺ. ഓക്കെ, ആൻഡ് ക്ലിയാൻ-ബ്രൂക്സ് പറയുന്നു, ആദ്യം ഈ കവിത വായിക്കുന്ന ആൾക്കാര് they would think that ഇയാൾക്ക് പ്രാന്താണ്. ഓക്കെ, ആക്ച്വലി ഇയാൾ എന്തിനാ ഇത്രയും വലിയ പാരഡോക്സ് എടുത്തതിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ദാറ്റ്സ് എ വെരി ചീപ്പ് ട്രിക്ക് എന്ന് നോർമൽ ആൾക്കാർ ചിന്തിക്കുള്ളൂ. പക്ഷേ വൺസ് യു ഡെൽവ് ഇൻ ടു ദ പോയം കോൾഡ് ഇസ് കാനനൈസേഷൻ,
അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പാരഡോക്സ് ഒരു ചീപ്പ് ട്രിക്ക് അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ? അതിൽ ഓരോ ലൈനിനും ദർ ഇസ് എ ഫിലോസോഫിക്കൽ ആസ്പെക്ട്. ഓക്കെ, നിങ്ങൾക്ക് പോയം മനസ്സിലായി ഐ തിങ്ക്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, അല്ലാസ് അല്ലാസ് ഹു ഇസ് ഇൻഷേർഡ് ബൈ മൈ ലവ് എന്ന ഡൺ ചോദിക്കുന്ന പോയമാണ് ഈ കാനനൈസേഷൻ. ഞാനൊന്ന് പ്രണയിച്ചത് കൊണ്ട് ഇവിടെ ആർക്കാ മുറിവ് പറ്റിയേ? എന്റെ സൈസ് കാരണം ഇവിടെ ഏത് കപ്പലാ മുങ്ങിപ്പോയേ? ഒന്നും മിണ്ടാതിരിക്കാവോ, ലെറ്റ് മീ ലവ് എന്ന് ഡൺ പറയുന്ന പോയമാണ് കാനനൈസേഷൻ. ഓക്കെ, സോ ഇവിടെ ടൈറ്റിൽ തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ളൊരു ടേമിനെ എടുത്ത് എക്സ്ട്രീംലി പ്രൊഫൈൻ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെ കോൺട്രഡിക്ഷൻസ് ഉണ്ട് ജോൺ ഡണ്ണിന്റെ കാനനൈസേഷനിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിങ്ക് അബൌട്ട് ഇറ്റ്. ആലോചിച്ച് നോക്കിയേ, വേറെ എന്തൊക്കെ കോൺട്രഡിക്ഷൻ ഉണ്ട് ജോൺ ഡണ്ണിന്റെ കാനനൈസേഷനകത്ത്? എന്തൊക്കെ പാരഡോക്സ് വർക്ക് ചെയ്യുന്നുണ്ട്? എന്തൊക്കെ ഉണ്ടടാ? The poem cannot be dismissed as a cynical parody of religion or merely a clever exercise of wit. അങ്ങനെ രണ്ടും. പുള്ളി റിലീജിയനും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്, പ്രണയവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. പുള്ളി വെറുതെ എടുത്ത് കളിക്കത്തില്ല അങ്ങനെ ഒരു ടൈറ്റിൽ. ഓക്കെ, ആൻഡ് ഐ ഹോപ്പ് യു റിമെമ്പർ, ഈ കാനനൈസേഷൻ എന്ന് പറയുന്ന പോയറ്റിനകത്താണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫീനിക്സിന്റെ മെറ്റഫർ ഉള്ളത്. ഡു യു റിമെമ്പർ ദാറ്റ് മെറ്റഫർ? ഫീനിക്സിന്റെ മെറ്റഫർ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ ദാറ്റ്? ദ മെറ്റഫർ ഓഫ് ഫീനിക്സ്. കോമ്പസ് വരുന്ന വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗിലാണ്. ടേപ്പേഴ്സ്, ഡവ്, ഫീനിക്സ് ഒക്കെ ഓർമ്മയുണ്ടോ? ആൻഡ് ഡു യു റിമെമ്പർ ദിസ് പെർട്ടിക്കുലർ ലൈൻ? We can die by it if not live by love. Okay, പ്രണയം കൊണ്ട് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ let us die by it. എന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്! ഇതിലും ബ്രില്യൻ്റ് ആയിട്ട് പാരഡോക്സിന് ഒരു എക്സാമ്പിൾ ഉണ്ടോ? ഓക്കെ, ലെറ്റ്സ് ഡൈ ബൈ ഇറ്റ് ഇഫ് വി കനോട്ട് ലിവ് ബൈ ലവ്. പ്രണയം കൊണ്ട് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ലെറ്റ് us ഡൈ ബൈ ഇറ്റ്. ഓക്കെ, ആൻഡ് ഫീനിക്സിന്റെ ഒരു പാരഡോക്സിന് ഇവിടെ പറയാൻ കാരണം, ഇതിനകത്ത്, ഈ പോയറ്റിനകത്ത് കൺസ്യൂംഡ് ബൈ ലവ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ ക്ലിയാൻ ബ്രൂക്ക് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. ആ പോയറ്റിനെ പുള്ളി അത്രയും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചെയ്യാം, 8 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കാരണം അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലിയാൻ ബ്രൂക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇതിനകത്ത് പുള്ളി പറയുന്ന 1-2 മെറ്റഫേഴ്സ് ഉണ്ട്. ഓക്കെ, ഇൻ ആർ റിലേഷൻ വി ആർ ദ ഈഗിൾ ആൻഡ് ദ ഡവ്. ഓക്കെ, നമ്മൾ നോർമലി ഈ 16th സെഞ്ച്വറിയിലാണെങ്കിലും 17th സെഞ്ച്വറിയിലാണെങ്കിലും ഡൈയിങ് ബൈ ലവ് എന്ന് പറയുമ്പോൾ ദർ ആർ മൾട്ടിപ്പിൾ ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ. ഓക്കെ, ഒന്ന്, വല്ലാത്തൊരു ഫിസിക്കൽ ഇന്റിമസിക്ക് ശേഷം ദ ലവേഴ്സ് ഗ്രോ ടയേർഡ്. ഓക്കെ, ആൻഡ് ആ ഇന്റിമസിയിൽ one can act as the predator and the other person can act as the prey. Okay, ആ ഇന്റിമസിയുടെ സമയത്ത് ഒരാള് പ്രിഡേറ്ററും മറ്റൊരാള് പ്രേയുമാണ്. ഓക്കെ, ആൻഡ് ദേ റിവേഴ്സ് ദ സൈക്കിൾ. നേരത്തെ പ്രിഡേറ്റർ ആയിരുന്ന ആള് കുറച്ച് കഴിയുമ്പോൾ പ്രേ ആവും, ആൻഡ് നേരത്തെ പ്രേ ആയിരുന്ന ആള് പിന്നീട് പ്രിഡേറ്റർ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് വി ആർ ടേപ്പേഴ്സ് ടു. ക്യാൻഡിൽസും ആണ്, പ്രണയം കൊണ്ട് കത്തി ഉരുകി തീരുന്ന ക്യാൻഡിൽസും കൂടിയാണ് അവര്. ആൻഡ് ഫൈനലി പറയുന്ന മെറ്റഫർ എന്താ? ഫീനിക്സ് ആണ്, വിച്ച് മീൻസ് മരിച്ചാലും, ഈവൻ ഇഫ് ദേ ഡൈ ദേ വിൽ ഗെറ്റ് അഗൈൻ, they'll be reborn. Okay, മരിച്ചാലും, even if they are exhausted, even if they die because of their love, they'll definitely come back to life. അല്ലേ? വീണ്ടും അവരുടെ പ്രണയം കൊണ്ട് they'll get back to the life. ഓക്കെ, സോ ഇതൊക്കെ പാരഡോക്സിന് എക്സാമ്പിൾ ആയിട്ടാണ് ആര് പറയുന്നത്? ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഈ സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞ ദാറ്റ് ഇസ് നോട്ട് പോസിബിൾ അല്ലേ? സയൻസിന്റെ ഭാഷയിൽ ഡൺ ഒരാളാണ്, ഡണ്ണിന്റെ വൈഫ് മറ്റൊരാളാണ്. ഓക്കെ, അപ്പൊ അവരെടുത്ത് പറയാണ് വി ടു ബീയിങ് വൺ എന്നൊക്കെ പറഞ്ഞ സയൻസിന് ദഹിക്കില്ല, ദാറ്റ്സ് നോട്ട് പോസിബിൾ. ഓക്കെ, ഫീനിക്സ് എന്ന് പറയുമ്പം ഒന്നിനകത്ത് രണ്ടോ, അതെങ്ങനെ നടക്കും? സയൻസ് അത് സമ്മതിച്ചില്ല. ഓക്കെ, പക്ഷെ ബിക്കോസ് ഓഫ് ഇമാജിനേഷൻ ജോൺ ഡൺ ഹാസ് ഗോട്ട് ദി ലെഗസി ടു സേ ദാറ്റ് we two being one. Okay, ഞങ്ങൾ ഒന്നാണ്, we are two individuals but we can be together like an unified entity. Okay, clear ആയോ? ഇത്രയും മനസ്സിലായോ? Did you understand up to here? പിടികിട്ടിയോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ?
കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? I hope that's okay. Yeah. Love was peace that now is. Yeah, clear. Okay, fine. Now, ഇനി ഇതിനകത്തുള്ള മറ്റൊരു പാരഡോക്സ് എന്താ, മറ്റൊരു കോൺട്രഡിക്ഷൻ എന്താ? സി, എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള പോർഷൻ കാനനൈസേഷനിൽ അതാണ് കേട്ടോ. ഓക്കെ, ആൻഡ് ഹി സേസ് ദാറ്റ് സി വി ഡോണ്ട് വാണ്ട് മെമ്മോറിയൽസ്. ഓക്കെ, ഞങ്ങൾക്ക് ഗ്രോട്ടിസ്ക് ആയിട്ടുള്ള മെമ്മോറിയൽസ് ഒന്നും വേണ്ട, ഹാഫ് ഏക്കർ ടൂംബ് ഒന്നും വേണ്ട. ഓക്കെ, വലിയ ബൃഹത്തായിട്ടുള്ള ശവക്കല്ലറകളോ വലിയ ബൃഹത്തായിട്ടുള്ള ടൂംബ് ഒന്നും വേണ്ട. ഓക്കെ, സി യു പീപ്പിൾ മേക്ക് മെമ്മോറിയൽസ്. നിങ്ങൾ എങ്ങനെയാ മെമ്മോറിയൽസ് ഉണ്ടാക്കുക? ഒരു വലിയ മൗസോളിയം ഉണ്ടാക്കി, ഒരു വലിയ ഹാഫ് ഏക്കർ ടൂംബ് ഉണ്ടാക്കിയൊക്കെ ആയിരിക്കും നിങ്ങൾ മെമ്മോറിയൽ ഉണ്ടാക്കുക. ഓക്കെ, സോ ഞങ്ങൾക്ക് അതും വേണ്ട. We shall make ബ്യൂട്ടിഫുൾ റൂം ഇൻസൈഡ് എ സോനറ്റ് എന്നാണ് ആര് പറയുന്നത്? ഡൺ പറയുന്നത്. ഓക്കെ, സോ ഡൺ സേസ് ദാറ്റ് വി ഷാൽ ബിൽഡ് പ്രെറ്റി ലിറ്റിൽ റൂംസ് ഇൻസൈഡ് എ സോനറ്റ്. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയത്തിനെ ഓർത്തിരിക്കാൻ ഞങ്ങൾക്ക് ഈ പറയുന്ന വലിയ മെമ്മോറിയൽസ് ഒന്നും ആവശ്യമില്ല, ഹാഫ് ഏക്കർ ടൂംസ് ഒന്നും ആവശ്യമില്ല. ഓക്കെ, സോ വി ക്യാൻ ബിൽഡ് പ്രെറ്റി ലിറ്റിൽ റൂം ഇൻസൈഡ് എ സോനറ്റ്. ആൻഡ് ഇവിടെ don't you think that the poem is referring to itself? സെൽഫ് റെഫറൻഷ്യൽ ആണെന്ന് തോന്നില്ലേ നിങ്ങൾക്ക് പോയം? ഡു യു റിമെമ്പർ ദാറ്റ്? അങ്ങനെ തോന്നില്ലടാ? ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രണയം സൂക്ഷിക്കാൻ ഒരു സോണറ്റ് മതി എന്നാ പറയുന്നത്. ആൻഡ് ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദ പോയം ഇസ് റെഫറിങ് ടു ഇറ്റ് സെൽഫ്? പോയം അവിടെ സെൽഫ് റെഫറൻഷ്യൽ അല്ലേ? ഓക്കെ, അതായത് ഇപ്പോഴും നമ്മൾ ഇവരുടെ സ്നേഹത്തിനെ കുറിച്ച് ഏത് പോയത്തിലൂടെയാ പറയുന്നത്? കാനനൈസേഷനിലൂടെയാ പറയുന്നത്. സോ ദ പോയം ഇസ് സെൽഫ് റെഫറൻഷ്യൽ ദെയർ. പോയത്തിനെ തന്നെ റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? That's a brilliant thing. Okay, so poem is referring to itself. Okay, so we shall build pretty little rooms inside a sonnet. We don't want very great monuments or things. എന്നിട്ട് we shall become the saints of love. ഞങ്ങൾ പിന്നെ സെയിൻസ് ഓഫ് ലവ് ആയിട്ട് മാറിക്കൊള്ളാന്നേ. ഓക്കെ, സോ ദാറ്റ് ദ ഫ്യൂച്ചർ ജനറേഷൻ വിൽ കം ടു us and they would pray to God to have a pattern of our love. ഓക്കെ, നിങ്ങളെപ്പോലത്തെ പ്രണയം ഞങ്ങൾക്ക് ഉണ്ടാവണേ എന്ന് പിന്നീട് വരുന്ന ജനറേഷൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഓക്കെ, സോ ക്ലിയാൻ ബ്രൂക്സ് എന്താ പറയുന്നതെന്നറിയോ? ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സിലൂടെയും ടൈറ്റിലുള്ള പാരഡോക്സിനെ ജോൺ ഡൺ ഡിസ്ക്രൈബ് ചെയ്ത് തരുവാണ് നമുക്ക്. ഓക്കെ, ടൈറ്റിൽ അദ്ദേഹം വലിയൊരു പാരഡോക്സ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ആ പാരഡോക്സിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓരോ വരിയിലൂടെ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഓക്കെ, ഇനി ഏറ്റവും വലിയ പാരഡോക്സ് വേറൊന്നും കൂടിയുണ്ട്. ഓക്കെ, സി ദ പോയിറ്റ് സേസ് ദാറ്റ് I don't want this world outside. Okay, എനിക്ക് ഈ പുറത്തുള്ള വേൾഡ് ഒന്നും വേണ്ട. I don't want the countries, the towns and the courts and everything. എനിക്കതൊന്നും വേണ്ട. ഓക്കെ, പക്ഷേ ഈ പറയുന്ന വേൾഡ് എല്ലാം അവളുടെ കണ്ണുകളിൽ കൺഫൈൻഡ് ആണ്. Another paradox. Okay, so the same people who says that they do not want the worldly life outside, ആ പറയുന്ന എല്ലാ വേൾഡ്ലി ലൈഫും ഈ പറയുന്ന ലവറിന്റെ കണ്ണിൽ കൺഫൈൻഡ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് തന്നെയാണോ വേണ്ടാന്ന് വെക്കുന്നത് അതിന്റെ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ള ഫോമിനെയാണ് പുള്ളി വർഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ലോകം മൊത്തം ഒരാളിലേക്ക് ചുരുങ്ങുമ്പോൾ ദാറ്റ് ഇസ് റിഫ്ലക്റ്റഡ് ഇൻ ഹെർ ഐസ്. ഓക്കെ, ഏത് വേൾഡ് ആണോ വേണ്ടാന്ന് വിചാരിച്ചത് അതേ വേൾഡ് ആണ് അവളുടെ കണ്ണിൽ റിഫ്ലക്റ്റ് ആവുന്നത്. Another paradox. Okay, did you understand the final thing I said? ഞാൻ പറഞ്ഞ അവസാനത്തെ കാര്യം മനസ്സിലായോ? Did you understand the final thing I said? പറഞ്ഞത് മനസ്സിലായോടാ? സി, അദ്ദേഹം പറയുന്നത് he does not need the worldly life എന്നാണ്. ഓക്കെ, ഈ ലൗകിക സുഖങ്ങളൊന്നും വേണ്ട, കൺട്രീസ്, ടൗൺസ്, ഇതൊന്നും പുള്ളി ആവശ്യപ്പെടുന്നില്ല. ഓക്കെ, പകരം ഇതെല്ലാം ആരുടെ കണ്ണിലുണ്ട്? പുള്ളിക്കാരൻ്റെ ലവറിൻ്റെ കണ്ണിലുണ്ട്. ഓക്കെ, സോ വിച്ച് മീൻസ് ഏത് വേൾഡിനാണോ പുള്ളി റിനൗൺസ് ചെയ്യുന്നത് അതേ വേൾഡിനെ ലവറിൻ്റെ കണ്ണിൽ വർഷിപ്പ് ചെയ്യുന്നുണ്ട്. Another paradox. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്? ക്ലിയർ ആയോ? പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, സോ അങ്ങനെ ഈ പറയുന്ന കാനനൈസേഷൻ എന്ന് പറയുന്ന പോയം ഇസ് എ ബ്രില്യൻറ്റ് എക്സാമ്പിൾ ഓഫ് പാരഡോക്സ് എന്നാണ് ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്. ഓക്കെ,
ഓരോ വരിയും പാരഡോക്സ് ആയിട്ട് മാറുന്ന മറ്റൊരു പോയം ഒരു പക്ഷേ ഇംഗ്ലീഷ് കാനണിൽ കാണത്തില്ല. ഓക്കെ, സോ when you conduct an autopsy of the canonization, you find paradoxes running far and wide. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കാനനൈസേഷന്റെ ലൈൻസ് എടുത്തു വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എങ്ങനെയാണ് പോയട്രിയുടെ ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള സോള് പാരഡോക്സ് ആയിട്ട് മാറുന്നതെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിന്റെ ഒരു റീസൺ. ഓക്കെ, ഇതുവരെ ഓക്കെ ആണോ? നിങ്ങൾക്ക് മനസ്സിലായോ ഇത്രയും നേരം പറഞ്ഞതൊക്കെ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ക്ലിയർ ആണോടാ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ആണെങ്കിൽ ആണെന്ന് പറയണേ. Is it clear up to? Did you understand up to here? നല്ലൊരു എസ്സേ ആണ്, പക്ഷെ കൂടുതലും പുള്ളി എക്സാമ്പിൾസിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഹി ജസ്റ്റ് വോണ്ട്സ് ടു സേ ദാറ്റ് ദ ഇനെവിറ്റബിൾ ലാംഗ്വേജ് ഓഫ് പോയിട്രി ഈസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ എടുത്തുപയോഗിക്കുന്നത്. ഓക്കെ, ആൻഡ് ഫൈനലി ഈ എസ്സേ കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഷേക്സ്പിയറിന്റെ ഒരു പോയത്തില് രണ്ട് ഡിഫറെന്റ് ക്രീച്ചേഴ്സ് ഒന്നായിട്ട് മാറുന്നുണ്ട്. ദേ ബിക്കം എ യൂണിഫൈഡ് ബോഡി. ഓക്കെ, സോ ഈ എസ്സേ കൺക്ലൂഡ് ആവുന്ന സമയത്താണ് പുള്ളി ഈ കാര്യം പറയുന്നത്. ഷേക്സ്പിയറിന്റെ ഒരു പോയത്തിനകത്ത് about a turtle and a bird, ആ പോയത്തിനകത്ത് he tells about a situation where both creatures are becoming one. ഓക്കെ, രണ്ട് ക്രീച്ചേഴ്സും കൂടെ ഒന്നായിട്ട് ഒരു സിംഗിൾ ബീയിങ് ആയിട്ട് മാറുന്ന കാര്യം ഷേക്സ്പിയറിന്റെ ഒരു പോയത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയാൻ ബ്രൂക്സ് പറയുന്നു പോയത്തിലായതുകൊണ്ട് അത് നടക്കും, കാരണം ഇറ്റ് ഈസ് ദി ഇമാജിനേഷൻ ദാറ്റ് മാറ്റേഴ്സ്. അതേസമയം സയൻസിൽ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ ബി കൺഫ്യൂസ്ഡ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ അവർക്ക് 1+1=2 അപ്പുറത്തേക്ക് വേറെ ഫോർമുലാസ് ഒന്നും ഇല്ല. ഓക്കെ, സോ ഇഫ് യു ഗോ ടു ദം ആൻഡ് സേ ദാറ്റ് ഓക്കെ രണ്ട് ബേർഡ്സ് ചേർന്ന് ഒന്നായിട്ട് മാറി, ഓക്കെ വി ടു ബീയിങ് വൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സയൻസ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കും എന്നാണ് ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സയൻസിന്റെ ലാംഗ്വേജ് കെൻ നെവർ ബി ദി ലാംഗ്വേജ് ഓഫ് പോയം. ഓക്കെ, പോയത്തിന് എക്സിസ്റ്റൻസ് വേണമെങ്കിൽ ദ സോൾ ഓഫ് പോയം എന്ന് പറയുന്നത് പാരഡോക്സ് ആണ്. ഓക്കെ, സോ ദി ലാംഗ്വേജ് ഓഫ് പോയം ഇസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. എപ്പോഴും കവി പോയത്തിനകത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹിഡൻ ഡീറ്റെയിൽസ് വെക്കണം. ഓക്കെ, ആ ഹിഡൻ ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആംബിഗ്വിറ്റി ഉണ്ടാക്കുക. ആ ആംബിഗ്വിറ്റി ആണ് നമ്മളെ കൊണ്ട് ഇന്റർപ്രിട്ടേഷൻസ് ഉണ്ടാക്കിക്കുക. ഓക്കെ, ആൻഡ് ആ ഇന്റർപ്രിട്ടേഷൻസ് ആണ് കവിതയുടെ ഭംഗി എന്ന് പറയുന്നത്. പിടികിട്ടിയോ? ദാറ്റ് മേക്സ് യു വർക്ക്. ആൻഡ് ദാറ്റ്സ് വാട്ട് സ്ലോവസ്കി ഡീഫാമിലിയറൈസേഷൻ എസ്സേയിൽ പറയുന്നത് അതല്ലേ? നമ്മൾ എന്നും കാണുന്ന കാര്യങ്ങളെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്യുക എന്നുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? ആർട്ട് ചെയ്യുന്നത് അല്ലേ? സോ ആർട്ടിന്റെ ഒരു പ്രത്യേകത എന്താ? വി ഗെറ്റ് ടു ഇന്റർപ്രറ്റ് മോർ. അങ്ങനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ വി ബിക്കം മോർ ക്രിയേറ്റീവ്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ ഫുൾ സ്റ്റോപ്പിനെക്കാളും ഭംഗിയാണ് കോമയ്ക്ക് അല്ലേ? സയൻസ് ഫുൾ സ്റ്റോപ്പ് ആണ്, ബട്ട് പോയം ഇസ് എ കോമ. ഓക്കെ, സോ ഫുൾ സ്റ്റോപ്പിനെക്കാളും നല്ല ഭംഗിയുണ്ട് കോമയ്ക്ക്. സോ യു ക്യാൻ തിങ്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് റണ്ണിങ് ത്രൂ എ പോയം ഇൻ വാൾഫ് ആൻഡ് വെർത്ത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഈ മേജർ ആയിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ആ എസ്സേക്കകത്തുള്ളത്. അതുകൊണ്ടാണ് 3 എണ്ണം ഞാനൊരു 3 ക്വസ്റ്റ്യൻ ആക്കി മാറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. ഓക്കെ, സോ ഗോ ബാക്ക് ടു ദി എസ്സേ, വായിച്ചു നോക്കുക. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താണ് ചോദിക്കുക. ഓക്കെ, കമന്റ് ബോക്സ് നിങ്ങൾക്ക് ഓക്കെ ആണോ? ക്ലിയർ ആണോടാ? ഇത്ര ഓക്കെ ആണോ? ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് അപ് ടു ഹിയർ? ഓക്കെ ആയിരുന്നോ സെഷൻ? എസ്സേ ക്ലിയർ ആയോ? ജസ്റ്റ് ടു വൈൻഡ് അപ്പ് 3 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ലാംഗ്വേജ് ഓഫ് പോയിട്രി ഈസ് ദി ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. റിഗാർഡ്ലെസ് ഓഫ് ദി ടൈം ദ പോയിറ്റ് ബിലോങ്സ് ടു. എല്ലാ പോയറ്റിനകത്തും പാരഡോക്സ് ഉണ്ട്. വേർഡ്സ്വർത്തിനെ പോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതണം എന്ന് ചിന്തിക്കുന്ന ഒരാളിന്റെ പോയറ്റിൽ പോലും പാരഡോക്സ് എന്ന് പറയുന്ന സംഗതി എവിഡന്റ് ആണ്, വിച്ച് ഹി പ്രൂവ്സ് ബൈ യൂസിങ് 2 പോയിംസ് ഓഫ് വേർഡ്സ്വർത്ത്. ഓക്കെ, പിന്നെ അദ്ദേഹം സംസാരിക്കുന്ന സയന്റിഫിക് ലാംഗ്വേജ് ഡിനോട്ടേഷൻ ആണെങ്കിൽ പോയറ്റിക് ലാംഗ്വേജ് കൊനോട്ടേഷൻ ആണ്. ഓക്കെ, സയന്റിഫിക് ലാംഗ്വേജ് വേർഡ്സിനെ ഫ്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്രി എന്താ ചെയ്യുന്നത്? പോയിട്രി ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ജയിലിനകത്ത് നിന്ന് വേർഡ്സിനെ തുറന്നു വിടും ടു ഹാവ് എനി നമ്പർ ഓഫ് മീനിങ്സ് ദാറ്റ് ദേ വോണ്ട് ടു എംബ്രേസ്. ഓക്കെ, പിന്നെ കാനനൈസേഷൻ അകത്തുള്ള ഓരോ ലൈനും ഫ്രം ദ വെരി ബിഗിനിങ് ടൈറ്റിൽ തൊട്ട് ഇങ്ങോട്ട്
പാരഡോക്സിന്റെ ബ്രില്യൻറ്റ് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ക്ലിയാൻ ബ്രൂക്സ് ഈ ഒരു പെർട്ടിക്കുലർ എസ്സേക്കകത്ത് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ വെരി മച്ച് ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ, പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ പോയിന്റ്സിന് ഇനിയും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ഡു ടെക്സ്റ്റ്, ഡു കമൻറ്റ്. ഓക്കെ, ഐ ക്യാൻ വെയിറ്റ്. കുറച്ച് നേരം നോക്കാം എനിക്ക്. ഐ ക്യാൻ വെയിറ്റ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓർ ഇഫ് എന്തെങ്കിലും ഡൗട്ട്സ് വേണം, ക്ലിയർ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിലും പറയാം. The poem that I was talking about, ഷേക്സ്പിയറിന്റെ കാര്യത്തിൽ പറഞ്ഞത് ദ ഫീനിക്സ് ആൻഡ് ദി ടേർട്ടിൽ എന്ന് പറയുന്ന പോയം ഉണ്ടടാ. ദ ഫീനിക്സ് ആൻഡ് ദി ടേർട്ടിൽ എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു പോയം ഉണ്ട്. ഓക്കെ, സോ ആ പോയത്തിനെ കുറിച്ചാണ് ക്ലിയാൻ ബ്രൂക്സ് കൺക്ലൂഷൻ പാർട്ടിൽ പറയുന്നത്. അതിനകത്ത് രണ്ട് ക്രീച്ചേഴ്സ് ഒന്നാകുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, ദേ അബാൻഡൻ ദെയർ ബോഡീസ് ആൻഡ് ദേ ഗെറ്റ് ടു ബിക്കം എ സിംഗിൾ ക്രീച്ചർ. അത് സയൻസിന് ദഹിക്കില്ല എന്നാണ് ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നാണ് ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്. ഓക്കെ, ബട്ട് സിൻസ് യു ഹാവ് ഇമാജിനേഷൻ റണ്ണിങ് വൈൽഡ്, നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, സോ താങ്ക് യു ഫോർ ദ പേഷ്യൻറ്റ് ലിസ്ണിംഗ്. സോ ചോദിച്ച ആളിനത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ദ ഫീനിക്സ് ആൻഡ് ദ ടേർട്ടിൽ ബൈ വില്യം ഷേക്സ്പിയർ കേട്ടോ. ദ ഫീനിക്സ് ആൻഡ് ദി ടേർട്ടിൽ ബൈ വില്യം ഷേക്സ്പിയർ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സോ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് സ്ട്രീമിംഗ് ദിസ് സെഷൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയാവും കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. താങ്ക് യു.